തുടങ്ങാച്ചാ. അതെ. സോ ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ 9ാമത്തെ ആഴ്ചയാണ്. നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞു. കേരള CBSEയുടെ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ പ്രസംഗ നേതൃപരിശീലന പരിപാടിയുടെ 9ാമത്തെ സെഷനാണ് നമുക്കിപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം നടക്കുക. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏകദേശം ടോട്ടൽ 580 പേര് രജിസ്റ്റർ ചെയ്തു. 333 പേര് ഗൂഗിൾ ഫോമിലൂടെ രജിസ്റ്റർ ചെയ്തു. ഏകദേശം 100 പേര് 17 ഗ്രൂപ്പുകളിലായിട്ട് അസൈൻമെന്റുകൾ കൃത്യമായിട്ട് പൂർത്തിയാക്കി വരുന്നു. ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പം ആദ്യം നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അതിനായി നമ്മുടെ ടോണി ചെറിയാൻ സാറിനെ ക്ഷണിച്ചോളൂ. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഈ നേതൃപരിശീലനത്തിലേക്ക് കൊണ്ടുവന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങാണ് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചത്, ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല. പ്രത്യുത അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചു, ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ അവസരത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുത്രനായ യേശുവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമൺ പോലെ ഞങ്ങളെ അങ്ങ് രൂപാന്തരീകരിച്ചെടുക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ദാനങ്ങളാലും വരങ്ങളാലും ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം ശക്തമായി ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഗ്രിഗറി അച്ഛനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നല്ലൊരു മെസ്സേജ് നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ മാനേജ്മെന്റ് കമ്മിറ്റിയെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങ് പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഗ്രൂപ്പ് 8 ഇന്ന് ഗ്രൂപ്പ് 8ന്റെ കോർഡിനേഷനാണ്. ഞാൻ ആനിമേറ്റർ ജൂലിയൻ, വരാപ്പുഴ രൂപത തൃപ്പൂണിത്തുറ ഇടവക അംഗമാണ്. കോർഡിനേറ്റർ ഉണ്ട് സിസ്റ്റർ പ്രജിത്ത മേരി, സിസ്റ്ററുണ്ട്, സന്നിധായിട്ടുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് 8 ആണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ ഗ്രൂപ്പുകളാണ് ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുക. സോ ഇത് വെൽക്കം ചെയ്യാനായിട്ട്, സ്വാഗതം ആശംസിക്കാനായിട്ട് എബി ജോൺസനെ ക്ഷണിച്ചോളൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എബി ജോൺസൺ. എനിക്കിന്ന് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന കർത്തവ്യം എന്നത് ഈ വേദി സന്നിഹിതരായിരിക്കുന്ന ക്ലാസ് നയിക്കുന്നവരെയും ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെയും ഈ പാഠ്യപദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. അതിനു മുൻപ് പ്രസംഗം എന്ന കലയെക്കുറിച്ച് ഞാൻ 2 വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രസംഗം എന്നത് ഒരു ദൈവികമായ കലയാണ്. സമൂഹത്തിന്റെ ഉത്തമമായ പ്രയാണത്തിന് പ്രസംഗം എന്ന സാമൂഹ്യമായി കലയെ വളരെയേറെ അത്യാവശ്യമാണ്. ചരിത്രാതീത കാലം തൊട്ട് സമൂഹത്തിന്റെ ഉത്തമമായ പ്രവർത്തനത്തിന് പ്രസംഗം എന്തുമാത്രം ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് നാം ചരിത്ര രേഖകളിലൂടെ കാണുന്നതാണ്. പരസ്പര ആഭ്യന്തര കലഹങ്ങളിൽ മുഴുകിയിരുന്ന ഗ്രീക്ക് റോമൻ സംസ്ഥാനങ്ങളെ ഏകീകരിക്കാൻ മാർക്ക് അന്തോണിയും വംശീയ കലാപങ്ങളിൽ കലുഷിതമായിരുന്ന അമേരിക്കൻ ഐക്യനാടുകളെ ഏകീകരിക്കാൻ മാർട്ടിൻ ലൂതർ കിങ്ങും അടിമത്തം എന്ന തിന്മയെ എതിർക്കാൻ അബ്രഹാം ലിങ്കണും ഒക്കെ പ്രസംഗമാണ് അവരുടെ പ്രധാന ആയുധമായി ഉപയോഗിച്ചത്. ഒരു ഉത്തമ നേതാവിൻ്റെ 4 ഗുണങ്ങളിൽ ഒന്നാണ് പ്രസംഗകല. അതുകൊണ്ട് തന്നെയാണ് ഗ്രീക്ക് റോമൻ തത്വചിന്തകന്മാർ ഗണിതത്തിനോട് സമാനമായ പ്രസംഗത്തെ ഒരു പാഠ്യവിഷയമായി എടുത്തിരുന്നത്. ഇന്ന് നമ്മളുടെ ലത്തീൻ കത്തോലിക്ക സമൂഹം പല കാരണങ്ങളിലും പിന്നോട്ടായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉത്തമരായ നേതാക്കൾ ഇല്ല എന്നത് തന്നെയാണ്. ഈ ഉത്തമരായ നേതാക്കളുടെ അഭാവം നികത്തണമെങ്കിൽ ഉത്തമരായ പൗരന്മാരെ അവരുടെ ആശയങ്ങളും നയങ്ങളും ജനങ്ങളുടെ മുൻപിൽ കൃത്യമായി പറയാൻ പ്രാപ്തരാക്കുക എന്നുള്ള കർത്തവ്യം നമ്മൾ ലത്തീൻ സഭ എടുക്കേണ്ടതുണ്ട്. അതിനെ നമ്മളുടെ KRL CBSE എഡ്യൂക്കേഷൻ മിനിസ്ട്രി നടത്തുന്ന ഈ
പ്രസംഗ പരിശീലന ക്ലാസ് വളരെയേറെ ഉപയോഗം ചെയ്യുന്നതായി നാം ഈ ഒരു മാസ കാലയളവിലെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. നമ്മളുടെ ഈ പ്രസംഗ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന പലരും നമ്മളുടെ സ്നേഹസമൂഹങ്ങളിലും BCCകളിലും എന്തിനേറെ പറയുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെ ചെറിയ സമ്മേളനങ്ങളിൽ പോലും തങ്ങളുടെ പ്രസംഗ പാഠവം പ്രകടിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു മാസ കാലയളവിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ക്ലാസ് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഗ്രിഗറി അച്ഛനും കേരള CBSE എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ സെക്രട്ടറിയായ ശ്രീ ജെയ്സൺ ആദാമ്പള്ളി സാറിനും നാം വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ ഈ ക്ലാസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ജെയ്സൺ ആദാമ്പള്ളി സാറിനും നമ്മളുടെ ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിക്കുന്ന ഫാദർ ഗ്രിഗറി അച്ഛനും പിന്നെ ഞങ്ങളുടെ 8ാം ഗ്രൂപ്പിന്റെ ആനിമേറ്ററായ ജൂലിയൻ സാറിനെയും കോർഡിനേറ്ററായ ശ്രീമതി ബ്രിജറ്റ് മേരി സിസ്റ്ററിനെയും 8ാം ഗ്രൂപ്പിലെ അംഗങ്ങളായ ടോണി ചെറിയ സാർ, രേഷ്മ പ്രതീഷ് മാഡം, റീന എലിസബത്ത് മാഡം എന്നിവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ ഇന്ന് ഈ ക്ലാസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രസംഗകല അഭ്യസിക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾ ഏവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അബി, താങ്ക് യു. അടുത്ത നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഗ്രിഗറി അച്ഛന്റെ ക്ലാസ് ആണ്. സാധാരണ അച്ഛൻ ഒരു ടോപ്പിക്കാണ് എടുക്കുക. ഇന്ന് 2 വിഷയമാണ്. പ്രസംഗം എങ്ങനെ ക്രോഡീകരിക്കാം, പ്രസംഗത്തിന്റെ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കാം. ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് അച്ഛൻ ഇന്ന് സംസാരിക്കുക. വെൽക്കം അച്ഛാ, വെൽക്കം ടു ദ സെഷൻ. താങ്ക് യു ജൂനിയർ സാർ, എബി ജോൺസൺ, താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീണ്ടും ഒരു സെഷനിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസംഗത്തിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടുവരുന്നത്. പ്രസംഗത്തിന്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു, പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറഞ്ഞു, അതില് പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് പറഞ്ഞു, അതിന്റെ ബോഡി അല്ലെങ്കിൽ ഗാഢം എന്ന് പറയുന്ന അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച കൂടുതലായിട്ട് ഞാൻ പറയുകയുണ്ടായി. ഇനി അവന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അപ്പൊ അതിനാണ് നമ്മൾ ക്രോഡീകരണം, സമാപനം എന്ന രീതിയിൽ പറയുന്നത്. ക്രോഡീകരിക്കുക, കൺക്ലൂഡ് എന്ന രീതിയിലുള്ള കാര്യമാണ് ഇന്ന് ആദ്യമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ പ്രസംഗം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ട്. ഈ ആശയം നമ്മെ കേൾക്കുന്നവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആശയം നമ്മൾ ആരംഭത്തിൽ അതിന് വേണ്ട ഒരു സൂചന നൽകി, അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ 4-5 അല്ലെങ്കിൽ 3-5 ആശയങ്ങളോ ഉപആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്വാഭാവികമായിട്ടും അതിനെ ക്രോഡീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അതിന്റെ സമാപ്തിയിലെത്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്വാഭാവികമായ കൺക്ലൂഷനിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായ കൺക്ലൂഷൻ വരണമെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ നിന്ന് തന്നെ ആരംഭിക്കണം. തുടക്കവും ഒടുക്കവും ദൈവമാണ്, ആരംഭവും അവസാനവും ദൈവമാണ്, തുടങ്ങുന്നതും അവസാനിക്കുന്നതും ദൈവമാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രസംഗം തുടങ്ങുന്നിടത്ത് തന്നെ നമ്മൾ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആശയത്തെ മുട്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ചില ആളുകള് കൺക്ലൂഷനിൽ ഇതുവരെ പറയാത്ത പുതിയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അത് കഴിയുന്ന ഒഴിവാക്കുക. പുതിയ ആശയങ്ങൾ പിന്നെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരരുത്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിക്കലാണ്, അല്ലാതെ വീണ്ടും പുതിയ ആശയങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രസംഗത്തിന്റെ വ്യാപ്തി കൂട്ടുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രസംഗിച്ച കാര്യങ്ങളെ ക്രോഡീകരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടെ അനുവാചകരുടെ മേൽ ഹൃദിസ്ഥമാക്കുവാൻ പറ്റുന്ന രീതിയിൽ അതിനെ അടുക്കിച്ചിട്ടോടുകൂടി ഒന്ന് ചുരുക്ക രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒന്നായിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പരിശ്രമിച്ചത് നമുക്കും വ്യക്തത കിട്ടും, കേൾക്കുന്നവർക്കും വ്യക്തത കിട്ടും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നല്ലൊരു സമീപനമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചുരുക്കി പറയുമ്പോൾ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയന്റേഷൻ ആണ്. നമ്മുടെ പ്രവർത്തനത്തിലേക്ക് ആളുകളെ ആനയിക്കുന്ന രീതിയിലുള്ള പ്രചോദനകമായ കാര്യം പ്രധാനമായിട്ടും അപ്പോഴായിരിക്കും വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ പ്രസംഗം കേട്ട ഉടനെ ചെയ്യണം, എനിക്കത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തണം. അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രബോധനവും അതിൻ്റെ നമ്മൾ കൊടുത്തു. എന്നിരുന്നാലും അവസാനം അതിലേക്ക് അവസാനം പറയുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് മാറുന്നത്. നമ്മൾ ആദ്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിന് ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നമുക്ക് ചാടാം എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ചാടുകയാണ്, പിന്നെ തിരിഞ്ഞും നോട്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സാധാരണ കുളിക്കാൻ വേണ്ടി
തണുത്ത പ്രഭാതത്തില് പുഴക്കരയിലിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചില ആളുകൾ ഇങ്ങനെ വന്നിരിക്കും, തണുപ്പ് കൊണ്ട് ചാടാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഒരു ഇനിഷ്യേറ്റീവ് വരുന്നില്ല. അതേസമയം ആരെങ്കിലും പിടിച്ച് തള്ളിയാൽ അങ്ങ് പിന്നെ കുഴപ്പമില്ല, പിന്നെ നീന്തി തുടിച്ച് കുളിക്കുന്നതിന് സന്തോഷമായിരിക്കും. അതുപോലെയാണ് പ്രസംഗം കഴിഞ്ഞിട്ട് ആക്ഷനിലേക്ക് നമ്മൾ അങ്ങ് ആളുകളെ അങ്ങ് എറിയണം, തള്ളിവിടണം. അങ്ങനെ ആളുകളെ ആക്ഷനിലേക്ക്, പ്രവർത്തനത്തിന്റെ സാഗരത്തിലേക്ക് തള്ളിവിടുവാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൺക്ലൂഷനിലേക്ക് നയിക്കുന്നത്. ഞാനത് ചെയ്യും, ഞാൻ അത് ചെയ്യാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് അത്രയും ശക്തമായിട്ട് ചെയ്യത്തില്ലായിരിക്കും. എന്നിരുന്നാലും കേൾക്കുന്നവർക്ക് ഒരു ചിന്ത കൊടുക്കണം, ഞാനത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചോദനം കൊടുക്കുവാൻ ഉതകുന്ന രീതിയിലായിരിക്കണം ക്രോഡീകരണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ടാകും. അപ്പൊ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ചുരുക്കി പറഞ്ഞിട്ട് ആ പ്രവർത്തനത്തിലേക്ക് ആളുകളെ എടുത്തു ചാടാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രചോദനാത്മകമായ ഒരു വാക്യമോ ഒരു ഉദാഹരണമോ ഒരു അനക്ഡോട്ടോ പറയാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ സജീവമായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നതായിട്ടുമാണ്. ഉദ്ധരണി നോക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ട് സമാപിക്കാം, അതല്ലെങ്കിൽ നുറുങ്ങു കഥ പറഞ്ഞുകൊണ്ട് സമാപിപ്പിക്കാം, അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ ഇമേജസ് പറഞ്ഞുകൊണ്ട് സമാപിപ്പിക്കാം. അങ്ങനെ എന്ത് പറഞ്ഞാലും നമ്മൾ പറയാത്ത കാര്യങ്ങളല്ല പറയേണ്ടത്, പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ളതായിരിക്കണം. പുതിയ കാര്യങ്ങൾ ഞാനിപ്പോൾ ശ്രദ്ധിച്ചു, അതുകൊണ്ട് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് തോന്നിക്കണം അത് കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നില്ല. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആശയം പുതിയതായിട്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ വിഷയമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ വേറെ അവസരം കിട്ടും, അപ്പൊ പറയാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുക. അല്ലാതെ വീണ്ടും എല്ലാം കൂടെ അവിടെ അവസാനത്തിലൂടെ പറഞ്ഞ് വീണ്ടും പ്രസംഗത്തെ സന്ദർഭത്തിൽ നിന്നും മാറ്റിമറിക്കുന്നത് നല്ലതല്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആരംഭത്തോട് ചേർന്ന് പോകാകണം. ആരംഭത്തോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പ്രസംഗത്തിന്റെ സമാപനത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചിലരുടെ നന്ദിയോട് ഓർമ്മിക്കുക എന്നുള്ളത്. അപ്പൊ അത് പ്രസംഗത്തിന് നമുക്ക് ഒരു പക്ഷേ നന്ദി പ്രകടനമല്ല പ്രസംഗം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് ചില ആളുകൾ എടുത്തു പറയുന്നത് വളരെ നന്നായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മള് പ്രേക്ഷകർക്ക് നന്ദി വേണം, ഇത്രയും സമയം എന്നെ ക്ഷമയോടുകൂടി കാത്തിരുന്നു, നിങ്ങൾക്ക് നന്ദി. അപ്പൊ എന്നെ കേൾക്കുന്നവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതിന് സമാനമാണ്. അപ്പം ഓഡിയൻസ് ഒരുപക്ഷെ ശ്രദ്ധയോടെ കേട്ടോ ഇല്ലോ നമുക്കറിയില്ല, എന്നിരുന്നാലും നമ്മൾ അങ്ങനെ വിചാരിക്കുക അവരെ ശ്രദ്ധയോട് കേട്ടു എന്ന്. ചിലരുടെ ശ്രദ്ധ പതറിപ്പോയിരുന്നിരിക്കാം, അത് കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ അവർ അവൈലബിൾ ആയിട്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നു, അതിന് അവരെ നന്ദിയോടെ ഓർക്കുക. അപ്പം അതിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പ്രസംഗം അവസാനിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ വേദി പ്രസംഗം സംഘടിപ്പിച്ച ആളുകളാണ്. അപ്പൊ സംഘാടകരെ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളെ സംഘടിപ്പിച്ചവര് വളരെയധികം ത്യാഗം സഹിച്ചാണ് ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള സ്റ്റേജ് ഒരുക്കി കാണണം, അതിനുള്ള വേദികൾ ഒരുക്കി കാണണം, അതിനുവേണ്ട ആളുകളെ ബന്ധപ്പെടുത്തി കാണണം, അതിനുവേണ്ടിയുള്ള മൈക്ക് സെറ്റും മറ്റു കാര്യങ്ങളും ക്രമീകരണങ്ങൾ നടത്തി കാണും. എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് ഏതൊരു പ്രോഗ്രാമും സംഘാടകരെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ സംഘാടകത്വത്തില് പരോക്ഷമായും പ്രത്യക്ഷമായും ഏർപ്പെട്ടിരിക്കുന്നവരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കേണ്ടത്. അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയ വേണ്ടപ്പെട്ട ആളുകൾക്ക്, എന്റെ സംഘാടകർക്ക് നന്ദി പറയുക. അതുകൂടാതെ നിങ്ങളുടെ വേദിയിൽ വിശിഷ്ടാതിഥികൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ അത് വളരെ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ നിർബന്ധമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പ്രേക്ഷകരായ ആളുകളെയും സംഘടിപ്പിച്ചവരെയും നന്ദിയോടെ സ്മരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സഹപ്രവർത്തകരുണ്ടായിരുന്നു. നമുക്ക് ചില സമയങ്ങളിൽ നമ്മളെ സഹപ്രവർത്തകരായ ആളുകൾ കാണും. അപ്പൊ നമുക്ക് പറയാം, ഇനി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞ് ഞാൻ അപ്രത്യക്ഷമാകല, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നുള്ള ഒരു തോന്നൽ കൊടുക്കാൻ കഴിയും. പലപ്പോഴും പ്രസംഗം പറയുന്ന ആൾ പ്രസംഗിച്ചിട്ട് അങ്ങ് പോകും, ബാക്കി പ്രവർത്തിക്കേണ്ടത് നമ്മളാണെന്നുള്ളൊരു ചിന്ത പ്രസംഗം കേൾക്കുന്നവർക്കുണ്ടാവും. അത് പാടില്ല. ഈ പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഒരു ഫീലിംഗ് കൊടുക്കാൻ കഴിയും, ഞാനും നിങ്ങളോടൊപ്പമാണ്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ ഒരു ഫീലിംഗ് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മളുടെ വാക്കുകൾക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നമുക്ക് പറയാൻ ഏത് പോലീസുകാരനെ പറ്റും, അത് ജീവിക്കാനും പ്രവർത്തിക്കുവാനാണ് പ്രയാസം. പ്രസംഗം പറയാൻ അത്ര പ്രയാസമുള്ള കാര്യമില്ല, പക്ഷെ ജീവിക്കുക എന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം ഈ വേദന സഹിച്ച് ബുദ്ധിമുട്ടി പ്രവർത്തിക്കാൻ ഒരുക്കമാണ്, ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടോ എന്നുള്ളൊരു സൂചനയോ ഒരു ശക്തമായ സാന്നിധ്യ ബോധ്യമോ കൊടുക്കുന്നത് പ്രസംഗത്തിന്റെ സമാപ്തമായ അവസരത്തിൽ നന്നായിരിക്കും. അപ്പൊ അവർക്ക് ആളുകൾക്ക് കൊള്ളാല്ല, അയാള് പറഞ്ഞിട്ട് പോയാലല്ലോ ചെയ്യുന്നത്, ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണല്ലോ എന്നുള്ള ഒരു ഉത്ബോധം ആളുകൾ കിട്ടുന്നതിന് സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും ആ ഒരു പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള സാന്നിധ്യം ഉറപ്പാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയില് ആരെങ്കിലും എടുത്തു പറയാൻ, ഉദാഹരണമായിട്ട്
നമുക്ക് സഹായിച്ചിട്ടുള്ള ഈ പിന്നെ വേദിയിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. വേദിയിലിരിക്കുന്ന ആള് പല രീതിയിലും സംഘാടകരല്ലായിരിക്കാം അവര്, ഒരുപക്ഷെ ആ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കുന്ന വ്യക്തിയാകാം. അധ്യാപകരെ പോലുള്ള ആളുകൾ, അതല്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി ത്യാഗം സഹിച്ചെന്നാൽ ഇപ്പൊ വിരമിച്ചു നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എടുത്തു പറഞ്ഞ് സമാപിക്കുന്ന ഇവിടെ നന്നായിരിക്കാം. അങ്ങനെയുള്ളവരെ എടുത്തു പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അവർക്ക് സാധാരണഗതിയിൽ ഇപ്പം പ്രായമായി കഴിഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിരമിച്ചു നിൽക്കുമ്പോൾ ആരും പിന്നെ അംഗീകരിക്കണം നിർബന്ധമില്ല. അപ്പൊ നമുക്ക് വേദിയിൽ നിന്ന് ആ വ്യക്തിയെ അംഗീകരിക്കുകയും അയാൾ ചെയ്ത കാര്യങ്ങളൊന്ന് എടുത്തു പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്കും ഒരു സന്തോഷം ഉണ്ടാകും. ആ വ്യക്തിക്ക് അവിടെ കേട്ടിരിക്കുന്നവർക്കൊക്കെ അവരെയെല്ലാം നമ്മൾ അനുസ്മരിച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ വേദിയിൽ ആരെങ്കിലും സാധാരണമല്ലാത്ത രീതിയിൽ ഈ പ്രസംഗകരെയും ആ സാഹചര്യത്തെയും സ്വാധീനിക്കാനുള്ള ആളുണ്ടായിരുന്നുവെങ്കിലും ഉണ്ടെങ്കിലും അവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നതും സ്മരിക്കുന്നതും നന്നായിരിക്കാം. അപ്പൊ അതൊക്കെ സമാപനമായ സാഹചര്യങ്ങൾ വരേണ്ടതാണ്. അതുകൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് ചില വൈദികർ ഇപ്പൊ മൈക്ക് പ്രവർത്തിക്കുന്നവര് അവരെ എടുത്തു പറഞ്ഞ് നന്ദി പറയാറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ സ്റ്റേജ് ഒരുക്കിയ ആളുകളുണ്ടാകും, തോരണങ്ങൾ ചാർത്തി സ്റ്റേജ് ഒരുക്കി അങ്ങനെ ആ സ്റ്റേജിനെ കൂടുതൽ ആകർഷകമാക്കുവാൻ വേണ്ടി സഹായിച്ച ആളുകൾ കാണും. ചില സ്റ്റേജുകളിലൊക്കെ പോകുമ്പോൾ നല്ല രസമായിട്ട് അവർ ക്രമീകരിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ അത് ചില ഈ പള്ളികളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ അത് സംഘടനകളായിരിക്കും ചെയ്യുന്നത്. അപ്പൊ വിൻസെന്റ് പോളിന്റെയോ അല്ലെങ്കിൽ KCOM-ന്റെയോ പ്രവർത്തനങ്ങളാണെങ്കിൽ KCOM പ്രവർത്തകരായിരിക്കാം ആ വേദിയൊക്കെ സജ്ജമാക്കുന്നത്. അപ്പൊ ആ വേദിയിൽ വളരെ മനോഹരമായ രീതിയിൽ സജ്ജമാക്കപ്പെട്ടിരിക്കാം. ചിലപ്പോൾ അത്ര ആകർഷകം അല്ലായിരിക്കാം. എന്നിരുന്നാലും അങ്ങനെയുള്ള യുവജനങ്ങളോ അല്ലെങ്കിൽ സംഘടനയിൽപ്പെട്ടവരാണോ അത് ചെയ്തതെങ്കിൽ അവരെ എടുത്തു പറഞ്ഞ് നമ്മൾ അഭിനന്ദിക്കണം. അപ്പൊ അത് പിന്നെ അവർക്കിടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകുവാനും മുന്നോട്ട് ഈ പ്രവർത്തനങ്ങളിൽ അവരെ പ്രവർത്തിപ്പിക്കുന്നവന് സഹായിക്കുന്നതിന് കാരണമായിട്ട് മാറും. ഇങ്ങനെ നമ്മള് സമാപന ഭാഗത്ത്, കൺക്ലൂഡിംഗ് ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഒന്ന്, ആശയങ്ങളെ നമ്മൾ ക്രോഡീകരിച്ച് ഒന്നുകൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നു. രണ്ടാമത്, പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പന്താവിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നു. മൂന്നാമത്, നന്ദിയോടുകൂടി നമ്മൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ ഓർത്ത് അവർക്ക് നന്ദി സൂചകമായിട്ട് അവരെ ആദരിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നു. ഇത്രയും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ ഉള്ളത് നമ്മൾ ഒരു സമാപനമായ ആപ്തവാക്യം എന്ന് പറയാൻ രീതി എല്ലാവർക്കും നമസ്കാരമൊന്നോ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വാഭാവികപ്പെടുന്നെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഒന്ന് വീണ്ടും പറയുന്നതിന് കുഴപ്പമില്ല. ചിലപ്പോൾ ഈ നമുക്ക് ഇംഗ്ലീഷിലാകുമ്പോൾ എപ്പോഴും ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയാൻ പറ്റും. മലയാളമാകുമ്പോൾ അങ്ങനെ തോന്നും പോലെ ഗുഡ് ഈവനിങ്, ഗുഡ് എന്ന് പറയാനുള്ള വാക്കുകൾ നമുക്ക് ആ പാട് നമസ്തയും നമസ്കാരവും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ അത് പറയുന്നതിൽ തിരക്കേട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കലാകും. എന്റെ നമസ്കാരം വിനീതമായി കൂപ്പുപോയി. അങ്ങനെ ഏതെങ്കിലും ഒരു സമാപ്തമായ ആപ്തവാക്യം പറഞ്ഞ് സമാപിപ്പിക്കുമ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള അന്ത്യമായിട്ട് മാറും. ചില ആളുകള് ഇങ്ങനെ കട്ടക്കങ്ങ് പിടിച്ചങ്ങ് നിർത്തും, സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത് പോലെ. അത് അത്രയും സുഖമാണെന്ന് എനിക്കറിയില്ല. ചില പ്രശ്നങ്ങളിൽ അത് കൊള്ളാം, നമുക്ക് അറിയാവുന്ന ഓഡിയൻസ് ആണ്. അതേസമയം ഞാൻ അബ്രപ്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തുമ്പോൾ അതൊരു വിഷസഹായമായിട്ടോ. എന്നിരുന്നാലും ഒരു സ്വാഭാവികമായ എൻഡിങ് ആയിരിക്കാം പ്രസംഗത്തിന് ഏറ്റവും ചേർന്നത്. അപ്പൊ ഒരു സ്വാഭാവികമായ എൻഡിങ്ങിലേക്ക് വരിക, ഇടയ്ക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താതിരിക്കുന്നതാണ് ഭംഗി. ചില സമയങ്ങളിൽ ഒരു പക്ഷെ അങ്ങനെ നമുക്ക് പിന്നെ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു എക്സെപ്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ സാധാരണ പ്രസംഗത്തിൽ സഡൻ ബ്രേക്ക് ഒഴിവാക്കും. നമുക്ക് ഒരു സ്വാഭാവികമായ അവസ്ഥയിലേക്ക് സമാപിപ്പിക്കുമ്പോൾ അതിന് ഭംഗിയുണ്ടാകും, അതിനാകെ മൊത്തം ഒരു സന്തോഷവും ഒരു ചന്തമൊക്കെ ഉണ്ടാകും. അപ്പൊ ആ രീതിയിലെ പ്രസംഗം വളരെ സന്തോഷപ്രദമാകുന്ന രീതിയിൽ സമാപിപ്പിക്കുന്നതാണ് എല്ലാവർക്കും സന്തോഷം. അതുകൊണ്ട് ചിലപ്പോൾ താമസിച്ചാലും നമ്മൾ പേരുകൾ എടുത്ത് പറയുന്നതിന് കുഴപ്പമില്ല. കാരണം ആകെപ്പെട്ട കിട്ടുന്ന അവസരമാണ്. നമ്മൾ മാത്രമേ ഒരുപക്ഷെ അവരുടെയൊക്കെ പേര് പറയുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചില പേരുകളൊക്കെ സൂചിപ്പിക്കാതെ കടന്നു പോകരുത് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ സമാപനത്തിൻ്റെതായ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പിന്നെ ചാടി ഇറങ്ങി ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് എല്ലാവരെയൊക്കെ നമ്മൾ തുടങ്ങാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചു മുഖമൊക്കെ സന്തോഷത്തോടു കൂടി അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. ഇതുപോലെ അവസാനവും കൂപ്പോയൊക്കെ കൊടുത്ത് എല്ലാവരെയൊക്കെ നോക്കി ഒരു സാവധാനം തന്നെ ഇറങ്ങിപ്പോവുക. അല്ല ഞാൻ തിരക്കാണത് വേറെ അവിടെ പ്രസംഗിക്കാമെന്നത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ അവിടെ ഇടിപിടി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളൊന്നും ചെയ്യരുത്. ശാന്തമായ ഒരു വിടവാങ്ങലാണ് പ്രസംഗത്തിന് നല്ലത്. അപ്പൊ ശാന്തമായ രീതിയിൽ സന്തോഷത്തോടു കൂടി
ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ മുഖത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ മുഖം അവരുടെയൊക്കെ മനസ്സിൽ തുറന്നു നിൽക്കും. അതിൽ നമ്മൾ എടിപിടി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇയാൾക്ക് എന്താണ് എത്ര തിടുക്കം എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ശാന്തമായിട്ട് ഒന്ന് ചിരിച്ച്, ഒന്ന് കൈയൊക്കെ കൂപ്പി, ഒന്ന് എല്ലാവരെയും ഒക്കെ ഒന്ന് സ്നേഹത്തോടു കൂടി നോക്കി പുഞ്ചിരിച്ച് സാവധാനം പിൻവാങ്ങാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിന്റെ മുഹൂർത്തം ആളുകളുടെയൊക്കെ മനസ്സിൽ കത്തി നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിട്ട് മാറും. അതുകൊണ്ട് ആ ഒരു വിടവാങ്ങലാണ് പ്രസംഗത്തിൽ നിന്ന് നമുക്ക് ആവശ്യം. ചില സമയത്ത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വേദിയിൽ അധ്യക്ഷനായിട്ട് ഉദ്ഘാടകനായിരിക്കുന്നത് വളരെ ശ്രേഷ്ഠരായ വ്യക്തിയാണ്, ഉദാഹരണം ആർച്ച് ബിഷപ്പാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതുപോലെ സഭയുമായിട്ട് ബന്ധപ്പെട്ട വേദിയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ അവരെ ഒന്ന് വണങ്ങണം. ഇപ്പം ബിഷപ്സ് ഒക്കെ ആണെങ്കിൽ, ആർച്ച് ബിഷപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരൊന്ന് മോതിരം ചുംബിക്കുന്നതിന് കുഴപ്പമില്ല. ആർച്ച് ബിഷപ്പ് ഇപ്പം നമ്മുടെ ആർച്ച് ബിഷപ്പ് ചക്കാലക്കര പിതാവൊക്കെ ആണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കും. ഒരുപക്ഷെ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് അനുഗ്രഹം മേടിച്ചിട്ടാണ് പ്രസംഗിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അല്പം കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുകയും നമ്മൾ അവരെ ആദരിച്ചു, എനിക്കും അതുപോലെ ആദരം കിട്ടും. ആദരം കൊടുത്താലേ കിട്ടുള്ളൂ, റെസ്പെക്ട് നമ്മൾ കൊടുക്കാതെ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് റെസ്പെക്ട് ഒരിക്കലും നമുക്ക് ആരും ഇതാ നീ പിടിച്ചോ എന്ന് പറഞ്ഞ് തരത്തില്ല. റെസ്പെക്ട് നമുക്ക് ചോദിച്ചു മേടിക്കാൻ പറ്റത്തില്ല. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വേദിയിലിരിക്കുന്നവരെ ഒന്നുകൂടെ ഒന്ന് അവരെ നമസ്കരിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കാം. പ്രത്യേകിച്ച് സഭയുടെ അധികാരികളുണ്ടെങ്കിൽ അവരെ ഒന്ന് ഇപ്പം അവിടെ പോയി ചുംബിക്കുകയോ മുട്ടുകുത്തുകയൊന്നും ചെയ്യേണ്ട. വേദിയിലിരുന്നിട്ടൊന്ന് നമ്മുടെ തല ഒന്ന് കുനിച്ച് അവർക്ക് പിന്നെ ഒരു അഭിവാദ്യം അർപ്പിച്ച് പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടെ മടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പ്രസംഗം അവസാനിപ്പിക്കുവാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പ്രസംഗത്തിന്റെ ക്രോഡീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രസംഗത്തിൻ്റെതായ ഘടന പൂർത്തീകരിക്കുകയാണ്. അപ്പൊ അതൊന്നുകൂടി ഞാനത് ക്രോഡീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നമ്മുടെ പ്രസംഗം എന്ന് പറയുന്നതിന്റെ ആരംഭഘട്ടത്തിൽ നമ്മൾ ആരെക്കാരും അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട തേസിസ്, നമ്മുടെ വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യം വിഷയം അവതരിപ്പിച്ചിട്ട് അതിന്റെ വിശകലനത്തിന്റെ ആദ്യ ഘടകം അവതരിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ബോഡിയിലേക്ക് വരുന്നു. ബോഡിയിൽ 5 അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉപോത്ഭകമായിട്ട് അതിന്റെ ഉപാശയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നു. ആ ഉപാശയങ്ങളിൽ ആവശ്യത്തിന് ചിന്തകളും ആവശ്യത്തിന് ഉപമകളും ആവശ്യത്തിന് കഥകളും ആവശ്യത്തിന് വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും നമ്മൾ ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയത്തെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആൾക്കാരെ ഒന്നുകൂടി അഭിവാദനം ചെയ്തുകൊണ്ട് ആൾക്കാരെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും ആകുമ്പോൾ ഒരു അടുക്കും ചിട്ടയുമുള്ള നല്ലൊരു സ്വീകാര്യമായ പ്രസംഗമായിട്ട് മാറുകയും അത് എല്ലാവരുടെയും പ്രീതിക്ക് കാരണമായിട്ട് മാറുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി വേറെ അപ്പൊ ഞാൻ രണ്ടാമത്തെ കാര്യം, ഇനി നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് മറ്റു കാര്യങ്ങൾ പറയാം. രണ്ടാമത് ഞാൻ അത്യാവശ്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഷോർട്ട് നോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മള് പ്രസംഗം തയ്യാറാക്കുമ്പോൾ പ്രസംഗം തയ്യാറാക്കിയെന്ന് വിചാരിക്കും. ഒരു പ്രസംഗം എഴുത്ത് രൂപത്തിൽ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ആ പ്രസംഗം തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആ പ്രസംഗവുമായിട്ട് നമുക്ക് വേദിയിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വായനയായിട്ട് മാറും. പ്രസംഗം ഒരിക്കലും വായനയല്ല. പ്രസംഗം എപ്പോഴും സ്വാഭാവികമായിട്ട് പറയുന്നതാണ്, ആളുകളെ നോക്കി പറയുന്നതാണ്. അങ്ങനെ ആളുകളെ നോക്കി പറയാൻ ഉതകുന്ന രീതിയിൽ നമുക്ക് ആശയങ്ങളെ സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയണം. അതിന് എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാണ്, ഒരുങ്ങിക്കഴിയും. ഇനി അതിന് അടുക്കും ചിട്ടയുമായിട്ട് പറയുവാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ വേണം. അതിന് നമ്മെ സഹായിക്കുന്ന ഓർമ്മപ്പെടുത്തൽ സൂചനകളാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സൂചനകൾ, ആ സൂചനകളാണ് നമ്മൾ ഷോർട്ട് നോട്ടിൽ തയ്യാറാക്കേണ്ടത്. അപ്പൊ ഷോർട്ട് നോട്ടിൽ എങ്ങനെ തയ്യാറാക്കാം? ഞാൻ ഒരു കാർഡ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അപ്പൊ ഈ ഒരു കാർഡ് ഇത് അല്പം വലുപ്പമായിട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ അല്പം കൂടെ ചെറിയ സാധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ കാർഡ് ഇരിക്കുകയാണ്. ഈ കാർഡ് നമുക്ക് ഇഷ്ടാനുസരണം ഇങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ പ്രസംഗം പറയുമ്പോൾ ഒരിക്കലും ഈ കാർഡ് ഒരു ബ്ലോക്കായിട്ട് മാറാൻ പാടില്ല, ഇങ്ങനെ സൈഡിൽ താഴ്ത്തുന്നിരിക്കണം. അപ്പൊ ഞാൻ ഒരു ആശയം അതിൽ പറഞ്ഞിട്ട് ആരും കാണാതെ ആരും അറിയാതെ കൈ താഴ്ത്തിരിക്കുകയാണ്, അത് മാറ്റിയിട്ട് താഴേക്ക് വയ്ക്കും. അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ കാർഡിന്റെ മുകളിൽ ആദ്യം എഴുതേണ്ടത് നമ്പറാണ്, കാർഡ് നമ്പർ. എന്നിട്ട് അതിന്റെ ഡേറ്റ്, നമ്മൾ പറയാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന പ്രസംഗത്തിന്റെ ഡേറ്റ് എന്നാണ് എഴുതുന്നത്. അത്രയും
നിർബന്ധമായിട്ട് എഴുതണം. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഇനി പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ വേദിയിൽ ഇരിക്കാൻ സാധ്യതയുള്ള ചില ആളുകളുടെ പേര് കാണുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പേരുകൾ തെറ്റിപ്പോകാതെ നേരത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഷോർട്ട് നോട്ടിൽ എഴുതി കൊണ്ടുവരണം. അവിടെ ഇരുന്നിട്ട് ആരാ അവിടെ ഇരിക്കുന്നത്, അധ്യക്ഷനായിരിക്കുന്ന സാറിന്, അധ്യക്ഷനായിരിക്കുന്ന അവറുകൾക്ക്, അങ്ങനെയൊക്കെ പറയാതെ നമ്മൾ ഈ വേദിയിൽ ഇരിക്കുന്നവരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ പേര് പറയുന്നത് അവർക്ക് നല്ലതാണ്, കേട്ടിരിക്കുന്നവർക്ക് നല്ലതാണ്. ആ ഒരു വേദിയെ നമ്മൾ മാസ്റ്റർ ആണെന്നുള്ള ചിന്ത കിട്ടുന്നു. ഞാൻ പേരൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു സന്തോഷം, കേൾക്കുന്നവർക്കും എല്ലാവർക്കും അയാള് വിവരമുള്ള ആളാണ്, ഇയാള് കാര്യപ്രാപ്തിയുള്ള ആളാണെന്ന ചിന്ത കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെ പേര് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരൊന്ന് നോട്ട് ചെയ്ത് ചെറുതായിട്ട് എഴുതിയാൽ മതി. അതിനുശേഷം നമ്മൾ പിന്നെ തേസിസിനെ കുറിച്ച്, വിഷയത്തെ കുറിച്ച് എഴുതുന്നു ചെറിയ രീതിയിൽ. എന്നിട്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം, അതിന്റെ താഴെ ഉപാശയങ്ങൾ. ഇത്രയും മാത്രം മതി നമ്മുടെ ഷോർട്ട് നോട്ട്. ഇനി വേണ്ടത് ഇപ്പൊ ഇത്രയും ആശയങ്ങളും ഉപാശയങ്ങളും നമ്മൾ എഴുതി കഴിയുമ്പോൾ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിന് 5 ആശയവും അല്ലെങ്കിൽ 3 ആശയവും, പ്രധാനപ്പെട്ട ആശയത്തെ ഉപാശയങ്ങളായിട്ട് 3ആയിട്ടോ, ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് 5ൽ കൂടുതൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പൊ ഒരു 3 ആശയവും അതിന്റെ 2 വെച്ചുള്ള ഉപാശയങ്ങളോടൊന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പ്രധാനപ്പെട്ട ആശയവും ഉപാശയങ്ങളും മാത്രം എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ കുറിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഉദ്ധരണികൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുറിച്ച് തന്നെ വയ്ക്കണം. കാരണം തെറ്റായിട്ട് ഉദ്ധരണികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് അതുപോലെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഉദ്ധരണികൾ ഒരാൾ പറഞ്ഞത് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ ഉദ്ധരണിയായിട്ട് പറയണ്ട. അപ്പൊ അത് നമ്മൾ പിന്നെ കേട്ട രീതിയിൽ അങ്ങ് പറഞ്ഞു പോയാൽ മതി. ഉദ്ധരണിയായിട്ട് ഇപ്പം പിന്നെ നമ്മുടെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാപ്പ പറഞ്ഞതുപോലെ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഉദ്ധരണി പറയാൻ പോവുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ എഴുതണം. അത് ഒരുപക്ഷെ നമ്മുടെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഉദ്ധരണി പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ധരണി അതിരൂപത്തിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ആ ഉദ്ധരണി അതേ രീതിയിൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഉദ്ധരണി നമ്മൾ പറയുമ്പോൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ പറയണം. അപ്പൊ പിന്നെ അത് അങ്ങനെ പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പറയാൻ പാടില്ല. പല ആളുകളും അങ്ങനെ തെറ്റായിട്ട് പറയാം. ബൈബിൾ വാക്യം പോലും ചില ആൾക്കാർ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് തോന്നുന്ന പോലെ പറയുന്നു. അങ്ങനെ നമ്മൾ ഈ ഓരോരുത്തരുടെയും വാക്യങ്ങളെ വളച്ചൊടിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പറയാൻ പാടില്ല. ഉദ്ധരണി പറയുന്നുവെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഉദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ തെറ്റായിട്ട് ഉദ്ധരണി പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് പ്രശ്നങ്ങളുണ്ടാകാം. അത് നിയമപരമായിട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഉദ്ധരണി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉദ്ധരണി കറക്റ്റായിട്ട് ഒന്നേൽ കാണാ പഠിച്ചാൽ ചിലപ്പോൾ പറന്നു പോകാൻ സാധ്യത. അതുകൊണ്ട് ആ ഉദ്ധരണി അവിടെ കുറിച്ച് വയ്ക്കുന്നതായിരിക്കും. രണ്ടാമത് അവിടെ നിർബന്ധമായിട്ട് കുറിക്കേണ്ടത് ഡേറ്റുകൾ. നിങ്ങൾ പറയുന്നെങ്കിൽ ഡേറ്റ് കുറിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രസംഗത്തില് നമ്മൾ ചില സമയത്ത് ചരിത്രപരമായ ചില സൂചനകൾ പറയേണ്ടി വരുമായിരിക്കും. ആ സൂചനകൾ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റുകൾ നമ്മൾ കുറിച്ച് വയ്ക്കണം. അപ്പോൾ ബൈബിൾ കൊട്ടേഷൻ ആണെങ്കിൽ ബൈബിളിന്റെ എക്സാക്ട് റെഫറൻസ് വയ്ക്കണം. ഗ്രേറ്റ് സെയിങ്സ് ആണെങ്കിൽ ആര് പറഞ്ഞു എന്നതിനെ കുറിച്ചുള്ള ആ സെയിങ് നമ്മൾ ഈ ഷോർട്ട് നോട്ടിൽ കുറിച്ച് വയ്ക്കണം. അതുകൂടാതെ സ്ഥലം, ചില സ്ഥലങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പറയാൻ വേണ്ടി നിർബന്ധം പറയേണ്ടി വരും ചില സ്ഥലങ്ങൾ ചില സമയത്ത്. കാരണം ആ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നൈസിയൻ കൗൺസിലിന്റെ ഒരു സെമിനാറിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ നൈസിയൻ കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കുറിച്ച് പറയും. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കുറിച്ച് പറയുമ്പോൾ മിലാനിലുണ്ടായ യുദ്ധത്തെ കുറിച്ച് പറയാം. അപ്പൊ മിലാനിൽ ഉണ്ടായ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഏത് വർഷം നടന്നതിനെ കുറിച്ച് പറയേണ്ടി വരും. അപ്പൊ ആ ഡേറ്റ്സും ആ സ്ഥലവും നമ്മൾ കുറിച്ച് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പണ്ടാണെങ്കിൽ നമ്മൾ അത് റെക്കോർഡിക്കലല്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകാം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. മിക്കവാറൊക്കെ പല സ്ഥലങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. ശ്രദ്ധയുള്ള ആൾക്കാർ കേട്ടിരിക്കും. ഞാൻ ഒരു പള്ളിയിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഒരു പള്ളി ഇപ്പൊ മരിച്ചുപോയി തോന്നുന്നു. ആ പള്ളിയിൽ സ്ഥിരമായിട്ട് പള്ളിയിലൊന്നും കയറത്തില്ല. ഇങ്ങനെ അവിടെ ഒരു വലിയ വൃക്ഷമുണ്ട്, വൃക്ഷത്തെ ചൂടി തന്നെ ഇരിക്കും. എല്ലാം അതുപോലെ കേട്ടിരിക്കും. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. അച്ഛൻ പറഞ്ഞ അത് ശരിയായില്ല, അതിന് തെറ്റുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇത് ശ്രദ്ധയോടുകൂടി ഒരുങ്ങാനും അത് കുറിച്ചു വയ്ക്കാനും കഴിയും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയുള്ള കുറിച്ചു വയ്ക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഡേറ്റ് നമ്മൾ വെക്കേണ്ടി വരും. ചരിത്രപരമായ വസ്തുതകളാണെങ്കിൽ ചരിത്രത്തിലെ ആളുകളുടെ പേര് പറയേണ്ടി വരും, ആ സ്ഥലത്തിന്റെ പേര് പറയേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ ഷോർട്ട് നോട്ടിൽ ഉണ്ടാകണം. അപ്പൊ ഷോർട്ട് നോട്ട് നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയും വസ്തുനിഷ്ഠമായിട്ട് പറയാനും നമ്മെ സഹായിക്കുന്ന ചേരുവകളാണ്. അപ്പൊ അതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഷോർട്ട് നോട്ടിൽ കുറിച്ചു വയ്ക്കേണ്ടത്. ഷോർട്ട് നോട്ട് ഒരിക്കലും നീണ്ടതായിരിക്കരുത്. ഷോർട്ട് നോട്ട് എപ്പോഴും ചെറുതായിരിക്കും, വളരെ ചെറുത്. നമ്മുടെ
ഷോർട്ട് നോട്ടിന്റെ വിശദാംശമാണ് നമ്മൾ എഴുതപ്പെട്ട പ്രസംഗത്തിലുള്ളത്. അതിന്റെ ഷോർട്ട് നോട്ടായിരിക്കും. അപ്പൊ അതിന്റെ ഷോർട്ട് നോട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ അതിൽ റെഫർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രസംഗിച്ച് ഒത്തിരി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വലിയ പ്രസംഗം എഴുതാൻ പോകണമെന്നില്ല, ഷോർട്ട് നോട്ട് മാത്രം കുറിച്ചാൽ മതി. അപ്പൊ ഷോർട്ട് നോട്ട് കുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതും എടുത്തോട്ട് പോയാൽ മതി. അതെടുത്തോട്ട് പോയില്ലെങ്കിലും ആ ഷോർട്ട് നോട്ട് നോക്കിയിട്ട് ഇപ്പം ചില സമയങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പ്രസംഗിക്കാൻ പോകും, മാതാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ട്, അത് നോക്കിയിട്ടൊക്കെ പോയാൽ മതി. അപ്പൊ അതില് പ്രധാനപ്പെട്ട മാതാവിനെ കുറിച്ച് ഒരു 5-6 പ്രസംഗം എനിക്കറിയാം. അപ്പൊ ഏതെങ്കിലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മാതാവിന്റെ ആ ഒരു ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എഴുതി വെച്ചത് നോക്കി ജസ്റ്റ് ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് പോയി പറയാൻ പറ്റും. അപ്പൊ അതെനിക്ക് കുറിപ്പുകൾ ഉള്ളത് കൊണ്ടാണ്, അതിന് ശേഖരണം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങളും സ്വാഭാവികമായിട്ടും ഇപ്പം BCCയിൽ പ്രവർത്തിക്കുമ്പോഴായിരുന്നാലും സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴായിരുന്നാലും അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇപ്പൊ ഒത്തിരിയധികം ഈ കുടുംബ സമ്മേളനങ്ങളും കുടുംബശ്രീ പോലുള്ള പരിപാടികളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് പ്രസംഗിക്കാൻ അവസരങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഒരുപാട് പ്രസംഗിക്കാൻ അവസരങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയി പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ ഉപയോഗിച്ച് നമ്മൾ പ്രസംഗിച്ച് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ടാകണം, ആശയത്തിന്റെ ഒരു കളക്ഷൻസ് ഉണ്ടാകണം. ആ കളക്ഷൻസ് മാത്രം പോരാ, അതിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകണം. അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ല, എടുത്തോണ്ട് പോയാൽ മതി, അല്ലെങ്കിൽ വന്ന് എടുത്ത് നോക്കിയിട്ട് പോയാൽ മതി, നമുക്ക് പറയാൻ പറ്റും. അപ്പൊ പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാകും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഷോർട്ട് നോട്ട് കുറിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറിപ്പുകൾ നമ്മൾ തയ്യാറാക്കണം. പിന്നീട് നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കുറിച്ചു വയ്ക്കരുത്. ഉദാഹരണമായിട്ട് ഇവിടെ അല്പം ശബ്ദം കുറച്ച് പറയണം എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്ന് വിചാരിക്കും. അത് അവിടെ കുറച്ച് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവിടെ അല്പം ആവേശത്തോടെ പറയണം, അതവിടെ അങ്ങനെയുള്ള നമ്മുടെ വ്യക്തിപരമായ നിർദ്ദേശങ്ങളൊന്നും ഈ ഷോർട്ട് നോട്ടിൽ കുറിച്ചു വെക്കരുത്. കാരണം നമ്മൾ അവിടെ പോയി പ്രസംഗം ഷോർട്ട് നോട്ട് നോക്കുമ്പോഴായിരിക്കാം ചില ടെൻഷൻസ് ഉണ്ടാകും. ചില സമയത്ത് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ടെൻഷൻ ഉണ്ടാകും പ്രസംഗത്തിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളായിരിക്കാം, അതുമല്ലെങ്കിൽ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കാം. നമ്മേക്കാൾ കൂടുതൽ അധികാരമുള്ള വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഭയം ഉണ്ടാകും. അങ്ങനെ ഭയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സമയത്ത് വാക്കുകൾ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചാൽ അറിയാതെ വായിച്ചു പോകും. അപ്പൊ നമ്മുടെ ഷോർട്ട് നോട്ട് ഇരിക്കുന്നത് അതാണ്. അപ്പൊ അത് എന്താണ്, അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാതെ നമ്മുടെ ടെൻഷൻ കയറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ അതായിരിക്കും അവർ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ അത് പറയാൻ പാടില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ ഓർമ്മപ്പെടുത്തലുകളൊന്നും അവിടെ പാടില്ല. ഓഡിയൻസിനോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഷോർട്ട് നോട്ടിൽ തയ്യാറാക്കാവൂ. ആ ഓഡിയൻസിനോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് അങ്ങനെയുള്ള കളക്ഷൻസ് നിങ്ങൾ അതാണ് ഞാൻ ഡേറ്റ് ഇടാൻ പറഞ്ഞത്. ഒക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി, ഇന്ന ദിവസം അവിടെ പറഞ്ഞതാണ്. അപ്പൊ അത് വീണ്ടും ഇപ്പൊ പറയുന്നതിന് കുഴപ്പമുണ്ടാകുന്നില്ല, ഇത് അതുപോലെ ഒരു ഓഡിയൻസ് ആണ്. അപ്പൊ നമുക്കത് അതുപോലെ കൊണ്ടുപോയി പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടത്. അപ്പൊ ഷോർട്ട് നോട്ട് ഒരിക്കലും വലുതാകരുത്. ഇപ്പൊ ഇങ്ങനെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നോക്കാനും നമുക്ക് പറയാനും കഴിയും. ഒരിക്കലും ഫേസ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറയരുത്. ഫേസ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആളുകളുടെ മുമ്പിൽ അവരെ നോക്കി കാര്യകാരണ വിവരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമമായ രീതിയിൽ ആശയങ്ങളെ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ക്രമാനുഗതമായ നോട്ട്സ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അപ്പൊ 2 തരത്തിലുള്ള കളക്ഷൻസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ പ്രസംഗത്തിന്റെ കളക്ഷൻസ്. നമ്മളെ പ്രസംഗം മേടിച്ച് വയ്ക്കുന്ന കളക്ഷൻസ് അല്ല, അതല്ല വേണ്ടത്. അത് ഇരുന്നോട്ടെ. നമുക്ക് വേണ്ടത് നമ്മൾ പ്രസംഗത്തിന് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയ പ്രസംഗം, പക്കാ പ്രസംഗം അതുണ്ടായിരിക്കണം. രണ്ടാമത് അതിനെ ആസ്പദമാക്കി നമ്മൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും പ്രസംഗം വളരെ ശക്തമായ രീതിയിൽ നടത്താൻ പറ്റും. നമുക്ക് ആളുകളുടെ കൈയടി കിട്ടുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന കഥകളും സംഭവങ്ങളും ഒക്കെയുള്ള കളക്ഷൻസ്. ചില ആളുകൾ തമാശകളുടെ ഒരു കളക്ഷൻ നടത്താറുണ്ട്. എനിക്ക് അങ്ങനെ തമാശ പറയുന്ന രീതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തമാശകൾ സാധാരണ കളക്ട് ചെയ്യാറില്ല. പക്ഷെ സംഭവങ്ങളും കഥകളും ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത്, ഒരു വേദിയിൽ പ്രസംഗിക്കാൻ 4 പേരുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരുങ്ങിക്കൊണ്ട് പോകുന്ന കഥ വേറൊരുത്തം പറഞ്ഞിരിക്കും മുമ്പിൽ. അപ്പൊ രണ്ടാമത് നിങ്ങൾക്ക് ഒരു പറയാം, ഒരിക്കൽ ഒരാൾ കഥ പറഞ്ഞു വെച്ചാൽ പിന്നെ അടുത്ത് പറയുന്ന ആള് പൊട്ടിപ്പോകും, ഒരിക്കലും അത് വിജയിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കഥാരൂപത്തിൽ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കഥ പറയണം. ആ കഥ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്റെ അനുഭവമൊക്കെ മാറ്റും. അപ്പൊ നമുക്ക് വളരെ അതൊക്കെ ഒരുതരം ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പൊ ടെക്നിക്സ് ഞാൻ പറയുന്നത് നമ്മളിപ്പം ഒരു തമാശ പോലുള്ള കാര്യമാണ്, എനിക്ക് അവരോട് ചിരിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അത് ചിരിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഞാനൊരു അനുഭവം പറയാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട് അവതരിപ്പിക്കും. ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം എഴുതി വെച്ചുകൊണ്ട് കഥയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കരുത്. ഒരു കഥ മാത്രം കൊണ്ട് പ്രസംഗത്തിന് പോകരുത്. നമ്മള് ചിലപ്പോൾ കഥ മറ്റൊരാൾ നമുക്ക് മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് കഥ അല്ല പ്രസംഗം എന്ന് എപ്പോഴും ഓർത്തിരിക്കണം. കഥ നല്ലത് തന്നെയാണ്. കഥാരൂപത്തിൽ നമ്മുടെ പ്രസംഗത്തെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമയത്തെ നമ്മൾ പൂർണ്ണമായിട്ടും തീർക്കാൻ വേണ്ടി പരിശ്രമിക്കരുത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രസംഗത്തെ നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് നമ്മള് പ്രസംഗത്തെ വളരെയധികം ചുരുക്കി ഹ്രസ്വമായി നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളിൽ നമ്മുടെ പറ്റുന്ന രീതിയിലുള്ള സൂചനകളാണ്, സൂചിത ഫലങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ആ സൂചിത ഫലങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്, നമുക്ക് ബോധ്യവും നമുക്ക് ഓർമ്മ നൽകുവാനും സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഒരുപാട് ആശയങ്ങൾ അറിയാം, ആ ആശയങ്ങളുണ്ട്. പക്ഷേ ആ വേദിയിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയേണ്ട ആശയങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തി വയ്ക്കാൻ വേണ്ടി ക്രമപ്പെടുത്തി വയ്ക്കുന്നത് ഈ ഷോർട്ട് നോട്ടിലൂടെ സഹായിക്കും. അപ്പൊ അതാണ് ഷോർട്ട് നോട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത്. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ ജ്യേഷ്ഠകൾ ജസ്റ്റേഴ്സാണ്. ജസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൈകളുടെയും മുഖഭാവങ്ങളുടെയും രീതിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കൈയുടെ പ്രയോഗം ചില സമയങ്ങളിൽ അരോചകമായിട്ട് മാറാം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നിൽക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും പ്രസംഗപീഠത്തിൽ ചാരി നിൽക്കരുത്. പ്രസംഗപീഠത്തിൽ ചാരി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രസംഗപീഠം മറന്നു വീഴാനും പ്രസംഗപീഠത്തിൽ നിന്ന് ഒരു തെന്നിപ്പോകാനും സാധ്യതയുണ്ട്. ഒരിക്കലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ചാരി എന്റേതാണോ? അല്ലല്ലോ. ഓക്കെ. സോ പ്രസംഗത്തിന് ഒരിക്കലും ചാരി നിന്ന് പ്രസംഗിക്കാതെ നമ്മൾ ആ പ്രസംഗത്തെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ പ്രസംഗം മറ്റുള്ളവർക്ക് സ്വീകാര്യമായിട്ട് മാറുള്ളൂ എന്ന കാര്യം ഓർക്കുക. രണ്ടാമത് ഒരിക്കലും ഇങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് പറയുന്നവരുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അച്ഛനാണ്. അച്ഛന് ഇങ്ങനെ പ്രസംഗത്തിന് നിൽക്കുകയാണ്. സമയത്ത് അച്ഛൻ ആദ്യത്തെ ടെൻഷൻ കൊണ്ട് പ്രസംഗപീഠം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ബിഹോൾഡ് ഐ കം. അത് ബൈബിളിലെ ഒരു വാക്യമാണ്. ഇതാ ഞാൻ വരുന്നു, കർത്താവെ അങ്ങയുടെ തിരികെ നിറവേറ്റുവാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ബൈബിളിലെ ഒരു ഭാഗമാണ്. ഇതാ ഞാൻ വരുന്നു എന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അടുത്ത് പറയാതെ കിട്ടാതെ വരുമ്പോൾ ടെൻഷനായപ്പോ ഈ പ്രസംഗപീഠം ആടാൻ തുടങ്ങിയത് മാത്രമല്ല, പ്രസംഗപീഠത്തോടു കൂടി ഈ പാർട്ടിയൊക്കെ മുന്നിലേക്ക് വീണു. അത് തമാശ രൂപത്തിൽ പറയണത്, അത് വീണത് മുൻപിലിരുന്ന ഒരു സിസ്റ്ററിന്റെ മടിയിലേക്കായിരുന്നു. അപ്പൊ ഉടനെ സിസ്റ്റർ പറഞ്ഞു, സോറി അച്ഛൻ പലപ്പോഴും പറഞ്ഞാണ് ഞാൻ വരുന്നു, ഞാൻ നേരത്തെ മാറിയിരിക്കേണ്ടതായിരുന്നു പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ചാരി നിൽക്കരുത്. ചാരി നിൽക്കുന്ന പീഠം എപ്പോഴും തെന്നിമാറാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല സ്വാഭാവികമായിട്ടുള്ള ശബ്ദം വരുന്നതിന് തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് ഒഴിവാക്കേണ്ടത് ചാരി നിൽക്കൽ പരിപാടിയാണ്. കൈയുടെ ആക്ഷൻസും കൈയുടെ പ്രയോഗങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് രീതിയിൽ അവതരിപ്പിക്കണം. നമ്മള് ചില അച്ഛന്മാർ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നതാണ്. ചില ആൾക്കാർ കോളർ പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ചിലർ ഞാൻ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചിലർ ഞാൻ അവിടെ എവിടെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചേഷ്ടകൾ പ്രസംഗത്തെ അരോചകമാക്കി മാറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു പൊസിഷൻ നമുക്ക് ആവശ്യമാണ്. പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ നോക്കുക, എവിടെയാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്, എന്റെ പൊസിഷൻ ആകർഷകമാകുന്നു എന്നുള്ള രീതിയിൽ ഉറപ്പാക്കിയിട്ട് അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് പറയുക. അപ്പൊ ആ വേദിയിൽ പീഠമുണ്ടായിരിക്കാം, ചിലപ്പോൾ പീഠം കാണത്തില്ലായിരിക്കാം, മൈക്ക് മാത്രമേ കാണുള്ളായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ നിന്ന് പ്രസംഗിക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ വെറുതെ നിന്ന് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കൈയും കാലും ആടുന്ന എല്ലാവരും ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടോണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വയ്ക്കുന്നതും പോക്കറ്റിൽ കൈയിടുന്നതും അങ്ങനെയുള്ള ചേഷ്ടകളൊക്കെ അരോചകമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മൈക്കിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് മൈക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ
ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ കൃത്യമായ രീതിയിൽ നിന്ന് പറയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പോഡിയം ഉണ്ടെങ്കിൽ, അതിന് സ്റ്റേജ് നമ്മുടെ പ്രസംഗപീഠം ഉണ്ടെങ്കിൽ ആ പ്രസംഗപീഠത്തിൽ ശക്തി കൊടുക്കാതെ കൈപോലും സ്പർശിക്കാതെ അതിൽ വെറുതെ വേണമെങ്കിലൊന്ന് കൈപിടിച്ചു, പക്ഷെ കൈപിടിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അവിടെ നിന്ന് കഴിയുമ്പോൾ മൈക്ക് എന്റെ ആവശ്യത്തിനുള്ള ദൂരം ഉണ്ട് എന്ന് ക്രമപ്പെടുത്തുകയും മൈക്ക് ശരിയാവണ്ണം പ്രസംഗം കേൾക്കുന്നതിന് സഹായിക്കുമെന്ന രീതിയിൽ അത് ക്രമപ്പെടുത്തുകയും ചെയ്യണം. ചില ഞാനൊരിക്കലും ഇങ്ങനെ പള്ളിയിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ആദ്യം മുതൽ അവസാനം വരെ പ്രസംഗം ഒരുത്തരേണ്ടിയിട്ട് പള്ളിയിലല്ലേ, കുർബാനയുടെ ഇടയ്ക്കാണ്. അതുകൊണ്ട് ആരും വന്ന് മൈക്ക് ശരിയാക്കുകയോ നേരെയാക്കുകയോ ചെയ്യില്ല. എന്റെ ശബ്ദം നിലവിളിച്ചുകൊണ്ടുള്ള ശബ്ദമായി പ്രസംഗിക്കേണ്ടി വന്നു. പക്ഷേ മൈക്ക് ഓക്കെ ആയിരുന്നു, മൈക്ക് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി. പക്ഷെ അതാരും മുന്നോട്ട് വന്നില്ല. അങ്ങനെ പലപ്പോഴും അങ്ങനെ സംഭവിക്കും. നമ്മുടെ വേദിയിലിരിക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കും, മൈക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഉറപ്പാക്കുക. മൈക്കിന്റെ അടുത്ത് വരുമ്പോൾ മൈക്ക് വിഴുങ്ങുന്ന രീതിയിൽ മൈക്കിന്റെ അടുത്തേക്ക് പോകരുത്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ അകലെയും പോകരുത്, തീരെ അടുത്തും പോകാത്ത രീതിയിൽ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് നിന്ന് ആ പ്രസംഗം പറയാൻ വേണ്ടി പരിശ്രമിക്കണം. എല്ലാവരെയും നോക്കിക്കൊണ്ട് മുഖാഭിമുഖം പ്രസംഗിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ശബ്ദം ആരോഹണം അവരോഹണം നിർത്തി ഉയർത്തിയും താഴ്ത്തിയും പറയാൻ വേണ്ടി പഠിക്കണം. ഇങ്ങനെ നമ്മുടെ പ്രസംഗത്തെ നമ്മൾ ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രസംഗം വളരെ അർത്ഥവത്തായ രീതിയിൽ, ശക്തമായ രീതിയിൽ നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയും. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കുകയാണ്. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സമാപിപ്പിക്കേണ്ടതിനെ കുറിച്ചാണ്. സമാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അബ്രപ്റ്റായിട്ട് പെട്ടെന്ന് നിർത്താതെ സ്വാഭാവികമായ നിർത്തലിലേക്ക് വരണം. അതിനുവേണ്ടി പ്രധാനപ്പെട്ട ആശയത്തെ വീണ്ടും ആദ്യത്തെ ആശയമായിട്ട് മുട്ടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ആ ആശയത്തെ ഒന്ന് ആവർത്തിച്ച് പറയണം. ഏതെങ്കിലും ആക്ഷനിലേക്ക് നയിക്കുന്ന പ്രവർത്തനമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, അത് ഊന്നി പറയണം. എന്നിട്ട് വന്നിച്ചുകൊണ്ട് ഓഡിയൻസിനെ വന്നിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് കൂപ്പോയി അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക. സ്റ്റേജിൽ നിന്നുകൊണ്ട് ആശയങ്ങള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞെന്ന് ഉറപ്പാക്കിയിട്ട് എല്ലാവരെയും നോക്കി സന്തോഷത്തോടു കൂടി ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് അന്യനല്ല, ഞാൻ നമ്മോടൊപ്പമുള്ളവരാണ്, വി ആർ വൺ എന്നുള്ളൊരു ചിന്ത ക്രിയേറ്റ് ചെയ്യപ്പെടണം വേദിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് പറഞ്ഞത് നമ്മൾ ഷോർട്ട് നോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പ്രസംഗത്തിന് രണ്ട് രീതിയിലുള്ള കുറിപ്പുകൾ ഉണ്ടാകണം. ഒന്ന്, പക്കാ പ്രസംഗം ഉണ്ടായിരിക്കണം. രണ്ടാമത് അതിന്റെ ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കണം. പക്കാ പ്രസംഗം എന്ന് പറയുന്നത് എഴുതപ്പെട്ട പ്രസംഗം അതിന്റെ പൂർവ്വരൂപത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രസംഗം നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാലാകാലങ്ങളിൽ അതിന് റിവൈസ് ചെയ്താൽ മതി. അതിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകണം. എവിടെ പ്രസംഗം പോയാലും ഒരു ഷോർട്ട് നോട്ട് കരുതണം. ആ ഷോർട്ട് നോട്ടിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കറക്ഷനിലേക്ക് നമ്മെ നയിക്കുന്ന ഡേറ്റ്സ്, ഉദ്ധരണികള്, ബൈബിൾ കൊട്ടേഷൻ ആണെങ്കിൽ അത്, സ്ഥലത്തിന്റെ പേരാണെങ്കിൽ അത്, ആളുകളുടെ പേരാണെങ്കിൽ അത്, മറന്നുപോകാൻ സാധ്യതയുള്ള ആശയങ്ങളാണെങ്കിൽ അത്, അത്രയും ആയിരിക്കണം നമ്മൾ ഷോർട്ട് നോട്ടിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഷോർട്ട് നോട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുമ്പോൾ ബ്ലോക്ക് ആകാത്ത രീതിയിൽ അത് വളരെ താഴ്ത്തി വെച്ചുകൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ ശ്രദ്ധിക്കാത്ത രീതിയിൽ, ശ്രദ്ധ പതറാത്ത രീതിയിൽ അത് ഉപയോഗിക്കുമ്പോൾ ആ പ്രസംഗം വളരെ ഇമ്പമായിട്ട് മാറും, സ്വീകാര്യമായിട്ട് മാറും. അങ്ങനെയുള്ള ഷോർട്ട് നോട്ട്സ് ആവശ്യമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വന്ന പ്രസംഗത്തെ സ്വാഭാവികമായിട്ട് കൺക്ലൂഡ് ചെയ്ത് നമ്മുടെ ഷോർട്ട് നോട്ട് പിന്നെ ഉടനെ പോക്കറ്റിലേക്ക് മാറ്റിയിടാം. അല്ലെങ്കിൽ അത് കയ്യിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാലും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, അത് കയ്യിലെ അകത്തിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഇരുത്തി നമ്മൾ ഒരു പോറലുമില്ലാതെ പ്രസംഗത്തിന്റെ വേദിയിൽ വിട്ടു പോകാൻ കഴിയും. ഇതായിരിക്കണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു അച്ഛൻ. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ശ്രമിച്ചത്. പ്രസംഗം എങ്ങനെ ക്രോഡീകരിക്കാം, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം, അത് അച്ഛൻ പറഞ്ഞു മൊത്തം. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവസാനം ഒന്നുകൂടെ കൃത്യമായിട്ട് എന്തെല്ലാമാണ് എക്സ്പ്ലെയിൻ ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചു. അസൈൻമെന്റ് പറയാനുണ്ട് അച്ഛാ. ഓക്കെ, ഇപ്പൊ നമ്മളെ അസൈൻമെന്റ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധ ഓർക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് പുസ്തകത്തെ കുറിച്ചാണ്. നമ്മൾ വായിച്ച ഒരു പുസ്തകത്തെ കുറിച്ച് അതിന്റെ ആസ്വാദനം തയ്യാറാക്കിയിട്ട് പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്നതിനേക്കാളുപരി മൂല്യമുള്ള കണ്ട ഒരു സിനിമ, അതിനെക്കുറിച്ച് ഒരു ആസ്വാദനം തയ്യാറാക്കുക. ചില ആളുകൾ വലിയ നീണ്ട രീതിയിൽ ചെയ്തതായിട്ട് പറയുകയുണ്ടായി. നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ അൽമായ നേതൃത്വം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മളെല്ലാവരും അൽമായരാന്ന രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഇടവകയിലും സമൂഹത്തിലും അൽമായ നേതൃത്വം വളർത്താൻ കഴിയും. അപ്പൊ അൽമായ നേതൃത്വത്തെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞാൽ മതി. അൽമായ നേതൃത്വം സഭയിലും സമൂഹത്തിലും.
അൽമായ നേതൃത്വം സഭയിലും സമൂഹത്തിലും എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള എങ്ങനെ നമുക്ക് അൽമായ നിലയിൽ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റും, എങ്ങനെ നമുക്ക് നേതൃത്വം നമ്മുടെ സമൂഹങ്ങളിൽ അന്വർത്ഥമാക്കാൻ കഴിയും, എങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റും, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികൾ എന്താണ്, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ആഴ്ചത്തെ പ്രസംഗമായിട്ട് വെക്കേണ്ടത്. അൽമായ നേതൃത്വം സഭയിലും സമൂഹത്തിലും എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗം തയ്യാറാക്കി അപ്ലോഡ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ശുശ്രൂഷ സമിതികളെ കുറിച്ച് പറയാമല്ലോ ചാവോ? അതിൽ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മുടെ 6 ശുശ്രൂഷകളാണ് നമ്മുടെ ലത്തീൻ സഭയിൽ നമ്മുടെ BCC വഴി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ശുശ്രൂഷകളെ ഉൾപ്പെടുത്തുക. അപ്പൊ BCC കുറിച്ച് അറിഞ്ഞൂടാത്തവർക്കും ശുശ്രൂഷ എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്കും അത് ബാധകമാകണമെന്നില്ല. അറിയാന്നുള്ളവർ അത് ബേസ് ചെയ്ത് പറഞ്ഞാൽ മതി. എന്താണ് ശുശ്രൂഷ എന്നും എങ്ങനെ ശുശ്രൂഷകളിലൂടെ അൽമായ നേതൃത്വം വളർത്തിയെടുക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് അത് ആ രീതിയിൽ വിവരപ്പെടുത്തിയെടുക്കാവുന്നു. താങ്ക് യു. സോ ഇത് കഴിഞ്ഞ് ജേസൺ ചേട്ടനെ വിളിച്ചിട്ട് ഇനി നമ്മൾ 5 മിനിറ്റ് അച്ഛനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? ജേസൺ ചേട്ടൻ റെഡി അല്ലേ? സോ KRLCCBCയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി ജെയ്സൺ നാദംപള്ളി സാറിനെ കൺക്ലൂഷൻ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സർ. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാമോ? ശരിക്കും കേൾക്കാമോ? ക്ലിയർ. ഇപ്പം പ്രസംഗ ഉപസംഹാരത്തിനെ പറ്റിയും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഗ്രിഗറി അച്ഛൻ ഒരു നല്ലൊരു ക്ലാസ് നമുക്ക് തരികയുണ്ടായി. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോട് അനുബന്ധിച്ച് ഉപസംഹാരത്തെ കുറിച്ച് മാത്രം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഷോർട്ട് നോട്ട്സ് അച്ഛൻ വളരെ എലാബറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ആവർത്തനങ്ങളാകാം, പക്ഷെ കീ പോയിന്റ്സ് റീട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. ഒരു പ്രസംഗകന്റെ വിജയം അളക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ എത്ര നന്നായി സംസാരിച്ചു എന്നതിൽ മാത്രമല്ല, മറിച്ച് പ്രസംഗം കഴിഞ്ഞിട്ടും എത്രത്തോളം ആ പ്രസംഗത്തിലൂടെ അവർക്ക് ഒരു സന്ദേശം, ഉദ്ദേശിച്ച സന്ദേശം സദസ്സിലുള്ള വ്യക്തികളുടെ മനസ്സിൽ നിലനിർത്തി എന്നതിലാണ്. അതിന് ഏറ്റവും ശക്തമായി നമ്മളെ സഹായിക്കുന്നത് ഉപസംഹാരമാണ്. അതാണല്ലോ ലാസ്റ്റ് അവർ കേൾക്കുന്നത്. എല്ലാവരും കേൾക്കുന്നത് ഉപസംഹാരത്തിലാണ്. അതാണ് അവർക്ക് ടേക്ക് അവേ ആയിട്ട് അവർ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഉപസംഹാരം ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ്. അത് വികാരം ഉണർത്തണം, സന്ദേശം ഉറപ്പിക്കണം, ആളുകളെ മാറ്റത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം. ഇതിനായി നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ ഇമ്പാക്ട് സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഇതിനെ ഒരു 3 ഘട്ടങ്ങളുള്ള ഒരു റോക്കറ്റ് ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഓരോ ഘട്ടത്തിനും പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഘട്ടം 1 നോക്കുകയാണെങ്കിൽ ഒരു റാപ്പിഡ് റിവ്യൂ. ഇപ്പൊ അച്ഛൻ അവസാനം പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ക്രോഡീകരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു റാപ്പിഡ് റിവ്യൂ നടത്തുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രസംഗത്തിന്റെ മധ്യത്തിൽ സദസ്സിന് നഷ്ടപ്പെട്ടേക്കാവുന്ന ശ്രദ്ധയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കാര്യം നമ്മളിപ്പോൾ ഒരു വേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടാവാം. ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും ആദരണീയമായ വ്യക്തി കടന്ന് സ്റ്റേജിലേക്ക് വരുന്നുണ്ടാവാം. ഇതിന്റെ ഇടയിലെല്ലാം സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയക്കാരൊക്കെ കയറി വരുമ്പോഴേക്കും നമ്മുടെ പ്രസംഗത്തിന് ഇടയിലാണ് ഇവർ കയറി വരുന്നത്. then that becomes a difficulty for us. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വന്നിട്ട് നമ്മൾ ശ്രദ്ധയെ തിരികെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ആദ്യമായിട്ടുള്ള ലക്ഷ്യം. ഇവിടെ വിശദീകരണം ഒട്ടും പാടില്ല. ഈ ഘട്ടത്തിൽ ഘട്ടം 1 വിശദീകരണം പാടില്ല. അച്ഛൻ അത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അല്ലെങ്കിൽ 3 പോയിന്റുകൾ മാത്രം വേഗത്തിൽ പറയുക. അതാണ് ഇവിടെ പറയുക. ഞാൻ പേസിങ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു വേഗത്തിൽ പറയുമ്പോഴേക്കും അവരുടെ അറ്റൻഷൻ വന്നിട്ട് ഗ്രാബ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. ചില ആളുകൾ അത് ചിലപ്പോൾ ലൗഡറായിട്ട് പറയുന്നതായിരിക്കും. ചില ആളുകൾക്ക് അതിന്റെ ഒരു നാക്ക് വളരെ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ലോ അല്ല, ഒരു വളരെ വിസ്പറിംഗ് ടൈപ്പ് സംസാരിക്കുന്നതിലായിരിക്കും. ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ അത് അവതരിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പാഠ്യപദ്ധതി പരിശീലന കളരിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പ്രസംഗം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3 കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 1, ഭയത്തെ എങ്ങനെ ഊർജ്ജമാക്കി മാറ്റാം. ഞാൻ പറയുന്നത് പരിശീലന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗം നിങ്ങൾ നടത്തുകയാണ്.
അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പറയുമ്പോഴേക്കും ഭയത്തെ എങ്ങനെ നിങ്ങൾക്കൊരു ഊർജ്ജമാക്കി മാറ്റാം. 2, സേവന മനോഭാവത്തോടുകൂടി എങ്ങനെ സംസാരിക്കാം. 3, ഷോർട്ട് നോട്ട്സുകൾ എങ്ങനെ തയ്യാറാക്കാം. ആ ഒരു രീതിയിൽ നമ്മൾ 2 അല്ലെങ്കിൽ 3 പോയിന്റുകൾ മാത്രം നമ്മളുടെ ഉപസംഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഈ ഒരു 30 സെക്കൻഡ് നമ്മൾ പറയുന്നു നമ്മളുടെ സന്ദേശത്തിനെ സദസ്സിന്റെ ഓർമ്മയിൽ വീണ്ടും ഉറപ്പിക്കുന്ന ഒരു പരിപാടിയാണത്. ഇനി ഘട്ടം 2, മുഖ്യ ആശയം ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങളുടെ പ്രസംഗത്തിന്റെ ആത്മാവ് എന്താണ് എന്ന് ശക്തമായി പ്രഖ്യാപിക്കേണ്ടത്. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച മുഖ്യ ആശയം പുതിയ വാക്കുകളിലൂടെ വികാരപരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അവലംബത്തിനായി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇവിടെ മറ്റേ വെൽക്കം അഡ്രസ്സിൽ ആ വ്യക്തി നന്നായി ഇത് പറയുണ്ടായി. അദ്ദേഹം വന്നിട്ട് തന്റെ ചരിത്ര പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത്? ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന ആശയം ആവർത്തിച്ച് ഏറ്റവും അവസാനം ഫ്രീ അറ്റ് ലാസ്റ്റ്, താങ്ക് ഗോഡ് വി ആർ ഫ്രീ അറ്റ് ലാസ്റ്റ്. നമ്മൾ സ്വതന്ത്രരായി, ദൈവത്തിന് നന്ദി, നമ്മൾ സ്വതന്ത്രരാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ആ ഒരു എൻഡിങ് കൊണ്ട് ഉണ്ടായ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വികാരമായി അവിടെയുള്ള ബ്ലാക്സ് ഉൾക്കൊള്ളുകയും വലിയൊരു മാറ്റത്തിലേക്ക് ആ ഒരു ജനതയെ അവിടെ കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോ നമ്മളുടെ പ്രസംഗ പരിശീലന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണ്, സപ്പോസ് ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഉദാഹരണമായിട്ട് കൊടുക്കാനായിട്ട്, അതുകൊണ്ട് ഈ പ്രസംഗ പരിശീലന പരിപാടിയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തു നിന്നുള്ള മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ എൻ്റെ അസൈൻമെന്റുകൾ ഞാൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി എന്നിലുള്ള വലിയ ഞാൻ പുറത്തു കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്നു. അപ്പൊ നമ്മൾ അസൈൻമെന്റ്സിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ റീട്രീറ്റ് ചെയ്യുകയാണ് ആളുകളുടെ അടുത്ത്. ഇനിയിപ്പോ ഘട്ടം 3 പോവുകയാണെങ്കിൽ അത് അച്ഛൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ആക്ഷൻ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കോൾ ടു ആക്ഷൻ, പ്രവർത്തനത്തിലേക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ ഇടപെടലുകൾ. അവസാനം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ്. പ്രേക്ഷകരെ കേൾവിക്കാരിൽ നിന്ന് പ്രവർത്തിക്കാനായി ഉള്ള ആളുകളായി മാറ്റുന്നതിനുള്ള ആഹ്വാനമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. അവലംബനത്തിനായി നമ്മൾ ചരിത്ര ഏടുകളിൽ നിന്ന് എടുക്കുമ്പോൾ ജോൺ എഫ് കെന്നഡി തന്റെ ഇനോഗ്രൽ അഡ്രസ്സിൽ പറഞ്ഞത് ഓർമ്മിക്കുന്നത് ഇവിടെ അവലംബത്തിനായി ഞാൻ എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചോദിക്കരുത്, നിങ്ങളുടെ രാജ്യത്തിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിക്കുക. ഇപ്പൊ നമ്മളുടെ സമൂഹത്തിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കായി സഭാപരമായിട്ടുള്ള തലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മൾ എപ്പോഴും ചോദിക്കുന്നതിന് പകരം നമ്മൾക്ക് നമ്മളുടെ സമൂഹത്തിന് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുക. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. സോ അവിടെ വന്നിട്ട് അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ നമ്മൾ അവിടെ ആളുകളിലേക്ക് ഊന്നി പറയുകയാണ് അവിടെ. അപ്പൊ ഓരോ ആളുകളെയും ഉത്തരവാദിത്വത്തിലേക്ക് ക്ഷണിച്ചതുപോലെ ഉള്ള ഒരു കോൾ ടു ആക്ഷൻ ആണ് അവിടെ നമ്മൾ പ്രേക്ഷകരെ അതിലേക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ നമ്മളുടെ പ്രസംഗ പരിശീലന പരിപാടിയുടെ ഭാഗമായി നിങ്ങളിൽ ചിലർ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം ഇപ്പൊ മറ്റുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു റോളിലേക്ക് പതുക്കെ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഭാവിയിൽ വന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു റിസോഴ്സ് ടീമിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അസൈൻമെന്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്ന ആളുകളെ അങ്ങനെ പ്രോഗ്രസ് ചെയ്തിട്ട് KLCBCയുടെ ഒരു റിസോഴ്സ് ടീമായിട്ട് നിലനിർത്തുകയും അവര് പുതിയ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് KLCBC. അപ്പം അങ്ങനെ നമ്മൾ പോകുന്ന സമയങ്ങളിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ചില ഉദാഹരണങ്ങളിലേക്ക് നോക്കിയാൽ കോൾ ടു ആക്ഷൻ പ്രയോഗിക്കാവുന്നത്, നമ്മൾ ഓരോരുത്തരും പരിശീലനം തുടങ്ങുമ്പോൾ മറ്റുള്ളവർ ഞാൻ പറഞ്ഞ ഇത് കൺക്ലൂഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, കൺക്ലൂഷൻ ഉപയോഗിക്കാവുന്ന വാക്ക്. മറ്റുള്ളവർ ഞാൻ തെറ്റായി പ്രസംഗിച്ചാൽ എന്റെ വില പോകുമല്ലോ എന്നോർത്ത് ഇരുട്ടിൽ കരയുന്ന ഒരു കുട്ടിയുടെ മനോഭാവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആദ്യം, അല്ലേ? പക്ഷെ നിങ്ങൾ സംസാരിച്ചാൽ ആ ഇരുട്ട് മാറും. എഴുന്നേൽക്കുക, സംസാരിക്കുക, കോളിംഗ് ടു ആക്ഷൻ. അപ്പൊ അവിടെ നമ്മൾ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ് നമ്മുടെ പ്രസംഗത്തിന്റെ പരിശീലന പരിപാടിയുടെ എൻഡ്. അടുത്ത ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ അസൈൻമെന്റുകൾ പരിശീലന പ്രക്രിയയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. വളരെ ലളിതമായ ദൗത്യമാണ്. കൺസിസ്റ്റൻസിയാണ് ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത്.
തുടങ്ങുക, തുടരുക, പൂർത്തിയാക്കുക. നിങ്ങളുടെ ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്നിവരുടെ കൂടെ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നല്ലൊരു പ്രാസംഗികനാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അടുത്ത ഉദാഹരണം വന്നിട്ട് നമ്മൾ വൈകാരികപരമായിട്ട് ഹൈ നോട്ടിൽ സംസാരിക്കുന്നത്. നമ്മളിപ്പോ സ്റ്റേജ് ഫ്രൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട്, അപ്പൊ നിങ്ങൾ ഒരു പ്രസംഗ പരിശീലന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു പ്രസംഗം നടത്തുകയാണ്, നമ്മളുടെ സ്റ്റേജ് ഫ്രൈറ്റിന് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമുക്ക് എൻഡായിട്ട് നമുക്ക് കൺക്ലൂഷനിൽ പറയാം, നമുക്ക് ഭയത്തെ ജയിക്കാം, നമുക്ക് സംസാരിക്കാൻ കഴിയും, നമുക്ക് നയിക്കുവാൻ കഴിയും, നമുക്ക് മാറ്റം കൊണ്ടുവരുവാൻ കഴിയും, മുന്നോട്ട് പൂർവാധികം ശക്തി. അപ്പൊ ഈ മൂന്ന് അത് ഒരു വേ ഓഫ് ഹൈ നോട്ട്, വൈകാരികപരമായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു. അപ്പൊ അവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു ഇത് പറയുമ്പോഴേക്കും നമ്മളുടെ ഫേസിലെ എക്സ്പ്രഷനും കൂടി വരണം. അല്ലാതെ നമുക്ക് ഭയത്തെ ജയിക്കാം, നമുക്ക് സംസാരിക്കാൻ കഴിയും, നമുക്ക് നയിക്കുവാൻ കഴിയും, അങ്ങനെ വന്നിട്ട് കാര്യമില്ല. വി ഹാവ് ടു ആക്ച്വലി പുട്ട് ദാറ്റ് ഫീലിംഗ് ഇൻ ടു അവർ ഫേസ് ആൻഡ് ടോൺ. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഭയത്തെ ജയിക്കാം, നമുക്ക് സംസാരിക്കാൻ കഴിയും, നമുക്ക് നയിക്കുവാൻ കഴിയും, നമുക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും, മുന്നോട്ട് പൂർവാധികം ശക്തി. സോ ദാറ്റ് ഈസ് ബോഡി ലാംഗ്വേജിനെ പറ്റി അച്ഛൻ പറഞ്ഞത് അവിടെ ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഉപസംഹാരം വെറും അവസാന വാക്കുകളാവില്ല, മറിച്ച് മാറ്റത്തിനായിട്ടുള്ള ഒരു പ്രതിജ്ഞാവാചകമായിട്ട് മാറുകയാണ് അവിടെ. ഈ തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച് അച്ഛൻ പറഞ്ഞതും അത് അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞതും ഉപയോഗിച്ച് മെമ്മറബിൾ ആയിട്ടുള്ള പ്രസംഗങ്ങൾ പറയുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. താങ്ക് യു ജേസസ്, താങ്ക് യു. സോ വളരെ വിശദമായിട്ട് കൺക്ലൂഡിംഗ് സ്പീച്ച് നടത്തി. താങ്ക് യു വെരി മച്ച്. സോ രണ്ട് പ്രാസംഗികരെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇവർ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? അംബ്രോസ് സാർ പറയൂ സാർ. ഒരു സംശയം. നമ്മള് അച്ഛൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നമ്മള് ഏത് പോലീസുകാരും എന്നും പറയാൻ കഴിയും എന്ന് ഒരു ജനറലൈസ് ആയ ഒരു വാക്യം പറഞ്ഞായിരുന്നു. അത് വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അത്ര നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ വിഷയം, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതും അത്ര നല്ലതാണെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗത്തില്. ഇതിനെപ്പറ്റി അച്ഛനൊന്ന് വിശദീകരിക്കാമോ? സാറേ, അത് അതുപോലെ പറ്റുന്ന ഒരു ഫ്രൈസാണ്. അത് പോലീസിനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല. അത് സാധാരണ എല്ലായിടത്തും പറയുന്നത് സാധാരണ എല്ലാവരും അംഗീകരിച്ചുള്ള ഒരു ഫ്രൈസായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പോലീസ് എന്നുള്ള അർത്ഥത്തിലല്ല. ഐഡോണ്ട് എങ്ങനെ വന്നെന്ന് അത് പല ഒരു പറഞ്ഞു. പക്ഷെ സോറി, അങ്ങനെ ആരെങ്കിലും ഇവിടെ പോലീസുകാരെങ്കിലും ഒഫൻഡ് ചെയ്തിരിക്കാൻ അവര് സോറി അല്ല, അതൊരു വേദിയിൽ നിന്ന് വരുമ്പോൾ പുതിയ തുടക്കക്കാരൊക്കെ നമ്മളെ നേതാക്കന്മാരാകാൻ പോകുന്ന ആളുകൾ പറയുമ്പോൾ അത് ഇത്തിരി അരോചകമാണെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണ്. രണ്ടാമത്തെ വിഷയം കൂടി ഒന്നും പറയുമ്പോഴാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രസംഗത്തെ സംബന്ധിച്ച് നല്ലതല്ലെന്നാണ് എനിക്ക് എന്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെയും കൂടി അച്ഛനൊന്ന് വിശദീകരിക്കും. അതെ, ഇത്രയും പറയുക എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു കുഴപ്പമുണ്ട്. ഇത് ഇത്രയും മാത്രമേ പറയാനുള്ളൂ, അത് ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഇല്ലാണ്ട് അത് പലരും വ്യാഖ്യാനിക്കും. ആ വാക്ക് തന്നെ നല്ല മലയാളം അല്ല വാസ്തവത്തിൽ, ഇത്രയും പറയുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വളരെ നല്ലൊരു അച്ഛന്റെ പ്രസംഗം നോക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഞാനത് ജനറലൈസ് പറഞ്ഞു മാത്രമല്ല, നമ്മള് പരസ്പരം ചർച്ച ചെയ്യും, പങ്കുവെപ്പുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. സാറെ ക്ലാസ് എടുക്കുമ്പോ ഞാൻ പറയുന്നതാണ്, അതുപോലെ വന്നു പോയതാണ്. താങ്ക് യു. സോ താങ്ക് യു അംബ്രോസ് സാർ. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? സൈമൺ സാർ വന്നായിരുന്നല്ലോ. സൈമൺ സാറ് പോലീസുകാർ, അതുകൊണ്ട് സാറെ പിടിക്കാൻ വേണ്ടി വന്നു. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നൊരു BCC വാർഷികത്തിന് അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്റെ പ്രസംഗം വഴിവിട്ട് പോകുമോ അല്ലെ വികാരഭരിതമായി സംസാരിക്കുമെന്ന് പേടിച്ച് ഞാൻ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ കുറച്ച് പോയിന്റ്സ് എഴുതിക്കൊണ്ടുപോയി. പക്ഷെ ആ പോയിന്റ്സ് നോക്കിയപ്പോഴും എന്റെ പ്രസംഗത്തിന്റെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടതായിട്ട് അറിയപ്പെട്ടു. അതായത് ആ പ്രസംഗിച്ചെടുത്ത ഫ്ലോ, ഒരു ഒഴുക്കങ്ങ് പോയി, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നതുപോലെയും ഞാൻ പേപ്പർ നോക്കിയതൊക്കെ എനിക്ക് സ്വയം ഒരു മോശമായിട്ട് തോന്നിയത്.
അതെന്തോ ഒരു ഇതായി തോന്നിട്ടോ വെച്ചാ. അപ്പൊ നമ്മുടെ ഈ ഫ്ലോയെ അത് ബാധിക്കുമോ ഈ ഷോർട്ട് നോട്ട് നോക്കുമ്പോഴേക്കും? അച്ഛാ ഒന്ന് പറയാമോ? അതെ അതെ, അതായത് നമ്മള് പേപ്പർ ഡിപ്പെൻഡ് ചെയ്ത് പോയതുകൊണ്ടാണ് പറ്റിയത്. സാറ് പിന്നെ അങ്ങനെയുള്ള പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് രണ്ടിലും ചെയ്യാം. കഴിയുന്നതും ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് പ്രസംഗ സമയത്ത് എടുക്കാതിരിക്കും. നമുക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിലും പ്രസംഗത്തിന് മുമ്പും അത് നോക്കിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക, പിന്നെ എടുക്കരുത്. അങ്ങനെ ശീലിക്കുക കുറച്ച്. പ്രസംഗിച്ച് Okay, നമ്മൾ sir. ഒത്തിരി പരിചയിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം ഈ ചില ഡേറ്റ്സ് ഒക്കെ ചില സമയത്ത് പ്രയാസമായിരിക്കുന്ന സമയത്ത് നോക്കാം. അത് അല്പം ശീലം വന്നിട്ട് മാത്രം മതി. അല്ലെങ്കിൽ ആദ്യമേ ഈ പേപ്പർ കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ കിടക്കുന്നു. അപ്പൊ അറിയാതെ അതിലേക്ക് ആശ്രയിക്കും, പിന്നെ മനസ്സിൽ വരത്തില്ല. അതുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞ് പഠിക്കണം. ഈ പേപ്പർ സാറ് പ്രസംഗിക്കാൻ കയറും അങ്ങ് മാറ്റി വയ്ക്കും, ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുറെ കഴിഞ്ഞിട്ട് ശീലമായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരും. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ കഴിയുന്ന ഷോർട്ട് നോട്ട് വേണം, പക്ഷെ പ്രസംഗത്തിന് മുമ്പ് നോക്കിയിട്ട് അങ്ങ് പിന്നെ എടുക്കരുത്. പ്രസംഗിക്കാൻ കയറുമ്പോൾ കംപ്ലീറ്റ് അത് സ്വന്തമായിട്ട് പറഞ്ഞു പഠിക്കും. തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞത് ആവർത്തിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അത് അങ്ങനെ തന്നെ പറഞ്ഞ് തന്നെ പഠിക്കണം. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാൻ. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൈമൺ സാറ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നേരത്തെ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഗ്രിഗറിയച്ചൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു വൈദികന് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും. അതായത് ആദ്യമായിട്ട് അദ്ദേഹം വികാരിയായിട്ട് ചാർജ് എടുത്തതിന് ശേഷം അവിടെ ചെന്ന് വികാരിയായിട്ട് അസിസ്റ്റന്റ് വികാരിയായിട്ട് ചാർജ് എടുത്തതിന് ശേഷം അവിടെ ചെന്ന് പ്രസംഗം നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോ ഈ ഷോർട്ട് നോട്ട്സ് അദ്ദേഹം ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്തിട്ട് ബൈബിളിന്റെ ഇടയിൽ വെച്ചിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ ബൈബിൾ മാറിപ്പോയി. അപ്പൊ പ്രസംഗം തുടങ്ങുന്നതിന് മുന്നിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ബൈബിളിന്റെ അകത്ത് ഷോർട്ട് നോട്ട് ഇല്ല. അച്ഛന് ഭയങ്കര ടെൻഷനായി കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി? അച്ഛൻ എന്നാൽ ശരി ആദ്യത്തെ അതിൽ എഴുതിയിരുന്ന ആദ്യത്തെ 3 വാചകങ്ങൾ അദ്ദേഹത്തിന് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബൈബിൾ കോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തത്. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, മൂന്നാമത് ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി വന്നില്ല. ഇത് പറഞ്ഞിട്ട് അച്ഛന് ബോധം കെട്ടിട്ട് അച്ഛൻ ഫ്രണ്ടിൽ ഒരു വല്യമ്മ ഇരിപ്പുണ്ടായിരുന്നു. വല്യമ്മയുടെ മടിയിലേക്ക് വീണു കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും ഓടി വന്നു, വെള്ളമൊക്കെ തളിച്ചിട്ട് ചോദിച്ചു. അച്ഛൻ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞു, വല്യമ്മ ഐ എം സോറി, എനിക്ക് പെട്ടെന്നേ ഒരു ഇത് ബുദ്ധിമുട്ട് വന്നിട്ട് ഞാൻ അങ്ങനെ ബോധം പോയതാണ്, മടിയിലേക്ക് വീണതിന് ക്ഷമിക്കണമെന്ന്. അപ്പൊ വല്യമ്മ പറഞ്ഞത് എന്താണെന്നറിയാമോ? അച്ഛാ, ഞാനാണ് അച്ഛനോട് ക്ഷമ പറയേണ്ടത്. 3 പ്രാവശ്യം ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ പിടിക്കാനായിട്ട് നോക്കിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഷോർട്ട് നോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കഥ അങ്ങനെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. സോ ഇനി ആരെങ്കിലും ജോസഫ് എം.എ. സാർ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? അച്ഛൻ എനിക്ക് അച്ഛൻ പോഡിയത്തിൽ ഇങ്ങനെ ചാരി നിന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഹലോ, ഞാൻ എപ്പോഴും പോഡിയത്തിൽ ചാരി നിന്ന് സംസാരിക്കുന്നത്. പൊക്കക്കുറവായതുകൊണ്ട് ചാരി നിൽക്കുമ്പോൾ എനിക്കൊരു കംഫർട്ട് തോന്നാറുണ്ട്. പക്ഷെ അത് മോശമാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആദ്യമേ പൊക്കം കുറവാണെന്നുള്ള മിഥ്യാധാരണ മാറ്റണം. പൊക്കത്തിൽ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പൊക്കം കുറവാണ് അതുകൊണ്ട് സ്റ്റേജിൽ പോയി പറയുമ്പോൾ ഞാൻ അങ്ങനെ നിൽക്കും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് ദൈവം തന്ന പൊക്കം അത് മതി. പൊക്കത്തെ കുറിച്ചോ പൊക്ക കുറവിനെ കുറിച്ചോ ഒന്നും ആഗ്രഹപ്പെടരുത്. എന്നിട്ട് നമ്മള് പോഡിയം വലുതാണെങ്കിൽ പോഡിയം മാറ്റി വെച്ചിട്ട് മൈക്ക് കയ്യിൽ പിടിച്ചോട്ടെന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് മൈക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞിട്ട് അല്പം മാറി നിന്ന് ആളുകളെ നോക്കിക്കൊണ്ട് പറയും. പോഡിയം നമുക്ക് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തരം ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. അത് വാസ്തവത്തിൽ നമ്മുടെ സ്വാഭാവികത നഷ്ടപ്പെടും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രസംഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് നല്ല പ്രസംഗത്തിന്റെ ഒരു അടയാളം. അതിനുവേണ്ടി കഴിയുന്നതും പോഡിയം ഉപയോഗിക്കാതെ നേരെ നിന്ന് തന്നെ പറഞ്ഞ് ശീലിക്കണം. പിന്നെ ഈ പറയുന്ന പൊക്കത്തിന്റെ പ്രശ്നം തോന്നുകയാണെങ്കിൽ ഉടനെ അത് മാറി നിന്നിട്ട് മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് അങ്ങ് സ്വതന്ത്രമായിട്ട് പറഞ്ഞു പഠിക്കും. അതുകൊണ്ട് ആ ധാരണയൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് പഠിച്ചു കൊടുക്കും കേട്ടോ. കവി കുഞ്ഞുണ്ണി തന്നെ പറയുന്നുണ്ട്, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം വന്നറിയുന്നു ഞാനെന്ന്. ഭയപ്പെടണ്ട. അത് കവിതയായിട്ടൊക്കെ കൊള്ളാം, പക്ഷെ പൊക്കമില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. ഇല്ല, അത് നമ്മൾ ഉണ്ടാക്കുന്ന വിഷമാണ്. ഇതിലെന്തോ ആയിരിക്കണം. ഇപ്പൊ ചൈനയിലോ അല്ലെങ്കിൽ ഞാനിപ്പോ ഇന്തോനേഷ്യയിലോ അടുത്ത് പോയി, അവിടുത്തെ ആൾക്കാരെല്ലാം എന്റെ പകുതിയെ വരുള്ളൂ. പക്ഷെ അവരെല്ലാം സ്വന്തമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പൊ ഓരോ രാജ്യത്തിന്റെയും ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത
കുക്കോതൊക്കെ വരുന്നത്. ഇപ്പോഴാണ് അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഫിലിപ്പീൻസിലൊക്കെ പോകുന്നതിന്റെ കാര്യം നമ്മളുടെ ഇപ്പൊ നെപ്പോളിയൻ പിന്നെ ഹിറ്റ്ലർ എല്ലാരും വന്നിട്ട് ഷോർട്ട് ആയിട്ടുള്ള ആളുകളായിരുന്നു. മാറ്റർ ലൈക്ക് ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ്. നമ്മളുടെ ഒരു കോമ്പറ്റീഷൻ വെക്കുന്നുണ്ട് ഡിസംബർ 25 ക്രിസ്മസ് സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു മെസ്സേജ് 23 മുമ്പ് തരണം. 23 മുമ്പ് തരണം. ക്രിസ്മസ് സന്ദേശമാണ്. അതില് 3 മിനിറ്റ് ആണ് മാക്സിമം സമയം അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ആകർഷകമായിട്ടുള്ള ശൈലി, നല്ല ഭാഷ, വീഡിയോ തന്നെ ആയിരിക്കണം. പിന്നെ അതിൽ പ്രോപ്പറായിട്ടുള്ള ആരോഹണം അവരോഹണം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. കൺക്ലൂഷൻ പ്രോപ്പർ ആയിരിക്കണം. ഓപ്പണിംഗ് നോട്ട് കറക്റ്റ് ആയിരിക്കണം. ബോഡി കണ്ടന്റ് എല്ലാം അച്ഛൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നേരത്തെയുള്ള ക്ലാസ്സുകൾ റെഫർ ചെയ്തതിന് ശേഷം കൂടി നമ്മൾ ഓരോരുത്തരും അത് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് അയക്കണം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 3 സമ്മാനങ്ങളുണ്ട്. ഈ 3 സമ്മാനങ്ങളും അച്ഛൻ സോഴ്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫിലിപ്പീൻസ് മനിലയിൽ നിന്ന് വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അന്നേ നമ്മൾക്ക് വേണ്ടി അച്ഛൻ അത് വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് അതൊന്ന് ചെയ്തയക്കണം. ഗ്രൂപ്പുകളിൽ 23-നുള്ളിൽ വരണം. ജയ്സൺ സാർ, ഒരു ഡൗട്ട്. ഈ 3 മിനിറ്റ് എന്നുള്ള ഒരു പ്രസംഗത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്. 4 മിനിറ്റ് കഴിയുമ്പോ ബെല്ല്, അങ്ങനെയാണ് സാധാരണ ഒരു എക്സ്റ്റംപോറൊക്കെ വരിക. അപ്പൊ 3 മിനിറ്റ് കുറച്ചും കൂടി ഒന്ന് 5 മിനിറ്റ് ആയിക്കൂടെ? 5 മിനിറ്റ് ആക്കാം അച്ഛാ, കുഴപ്പമില്ലല്ലോ. 5 മിനിറ്റ് ഒരു സ്റ്റാൻഡേർഡ് ടൈമാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ വലിയ സമ്മാനമായിട്ട് നമ്മളൊക്കെ പങ്കെടുക്കേണ്ടി വരുമോ? എനിക്കറിഞ്ഞൂടാ. പിന്നെ എല്ലാവർക്കും പങ്കെടുക്കാം. ആർമേരിയസിനും കോർഡിനേറ്റേഴ്സിനും ഒക്കെ പങ്കെടുക്കാം. 23-ാം തീയതിയാണ് സമാപിക്കുന്നത്. ഗ്രൂപ്പിൽ അംബ്രോസാറിന്റെ സമ്മാനമല്ലല്ലോ പ്രധാനം, പങ്കെടുക്കുക എന്നതല്ലേ. ഒരാൾ പറഞ്ഞു, ഫ്രാൻസിസ് എന്താ പറയുന്നത്? സമ്മാനമല്ല പ്രധാനം, ഇതിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. ഇന്ത്യ ഒളിമ്പിക്സിന് മുമ്പ് പറയുന്ന വാക്യമാണത്. പങ്കെടുക്കുക പ്രധാനം എന്നുള്ളത്. പങ്കെടുക്കലും സമ്മാനം നേടലും പ്രധാനം തന്നെയാണ്. താങ്ക് യു. അത് അപ്ഡേറ്റ് നമ്മൾ ഗ്രൂപ്പിലില്ലേ? അതാത് ഗ്രൂപ്പിലിട്ടാ. അപ്പൊ നമ്മുടെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞില്ല, 6-ാം തീയതി ക്യാൻസൽ ചെയ്താൽ. ഒരു സംശയം ചോദിക്കട്ടെ. ഈ 3 സമ്മാനങ്ങൾ മാറ്റി വെച്ചോണ്ട് എല്ലാ ഗ്രൂപ്പിലും ഓരോരുത്തരുടെ സമ്മാനം കൊടുത്തൂടെ? 17 സമ്മാനം. ഓക്കെ, നോക്കാം. 2ാമത് പരിയിലേ പോകേണ്ടി വരും. അല്ല, നമുക്ക് സമ്മാനമായിട്ട് എന്തെങ്കിലും തന്നാൽ മതിയല്ല. ഇപ്പൊ ഇന്നതേനെ തരണമെന്ന് നിർബന്ധമില്ലല്ലോ. 17. അപ്പൊ ഏതായാലും അങ്ങനെ ചെയ്യാം. നമുക്ക് 3 ബെസ്റ്റും ഓരോ ബാച്ചിലും ഓരോ ഗ്രൂപ്പിലും ഓരോരുത്തർക്കും ഓരോ പ്രോത്സാഹനം. ഒരു പെർഫോമർക്ക് സമ്മാനം. അതെ, ശരി. സമ്മാനം തരും. ഓക്കെ, അത് വിലപിടിപ്പിനെ കുറിച്ച് ചിന്തിക്കട്ടെ. അപ്പോഴത്തേക്ക് സമ്മാനം തരും. ഓക്കെ, നമ്മളുടെ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് പിന്നെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് 26-ാം തീയതി, ജനുവരി 26-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും മാർക്ക് ചെയ്യണം കലണ്ടറിൽ. 26-ാം തീയതി രാവിലെ നമുക്കൊരു 10 മണിയോടുകൂടി ആരംഭിച്ച് വൈകുന്നേരം ഒരു 3-4 മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കണം. സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. ദെൻ അതുകൂടാതെ പല സെഷൻസ് ഉണ്ടാവും. നോർത്തിൽ നിന്ന് വരുന്നവര് മറ്റേ കണ്ണൂർ എക്സ്പ്രസ് ബുക്ക് ചെയ്യുക. എറണാകുളത്ത് വെച്ചായിരിക്കും മീറ്റിംഗ്. അപ്പൊ അതുകൊണ്ട് 26-ാം തീയതിയാണ് നമ്മുടെ സമ്മാന ഗ്യാതറിംഗ്. സമ്മാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റിനും സമ്മാനദാനം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക. 26-ാം തീയതി പബ്ലിക് ഹോളിഡേയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 6-ാം തീയതി ഉണ്ടാകുമെന്ന് പറഞ്ഞ പരിപാടി ഇല്ല. 6-ാം തീയതി ഉണ്ടാകുമെന്ന് നേരത്തെ പറയുണ്ടായി. ജനുവരി മാസം 6-ാം തീയതി, അത് ജനുവരി മാസം 3-ാം തീയതി. ജനുവരി 3 പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്യുകയും അത് പോസ്റ്റ്പോൺ ചെയ്ത് 26-ാം തീയതി ആക്കുകയും ചെയ്യാണ്. അപ്പൊ 3-ാം തീയതി ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിന് പകരം എല്ലാവരും ഓർക്കുക, ജനുവരി മാസം 26-ാം തീയതിയാണ് നമ്മുടെ ഗ്യാതറിംഗിന് എല്ലാവരും വരണം. എല്ലാവർക്കും സമ്മാനം ഉണ്ടാകും. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവില്ല. സമ്മാനം എല്ലാവർക്കും ഇല്ല, സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കിട്ടാനും വാങ്ങിക്കാനും പിന്നെ എല്ലാവരും ഒന്ന് കാണാനും
നമ്മളെ ബന്ധങ്ങളൊന്ന് പുതുക്കാനും പിന്നെ അടുത്ത ലെവലിലെ പരിപാടിയെ കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരമായിരിക്കും. അതുകൊണ്ട് ഇതൊരു വലിയ അറിയിപ്പായിട്ട് കരുതി എല്ലാവരും വരിക. നിങ്ങൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുക. ജനശതാബ്ദിയിലൊക്കെ നേരത്തെ ബുക്ക് ചെയ്തവരായിട്ട് കിട്ടുള്ളൂ. വേണമെങ്കിൽ വന്ദേ ഭാരതിൽ വന്നാലും കുഴപ്പമില്ല. എറണാകുളത്ത് എവിടെ വെച്ചാ അച്ഛാ? എറണാകുളത്ത് ഞാനിപ്പം രണ്ടാം അഭിപ്രായം വന്നിരിക്കണം. ഒന്നേലും കച്ചേരിപ്പട്ടി സെന്റ് ആൻഡ്രീസ് സ്കൂൾ വെച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റേ കോളേജിന് സെന്റ് ആൽബർട്ട്സ് കോളേജ്. ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ 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 താങ്ക് യു. ഓക്കെ. സോ ഇന്നത്തെ സെഷൻ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് വായിച്ചാൽ കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഡിസ്കഷൻസ് പോയിന്റ്സ്? പ്രസംഗം മത്സരം ഓർമ്മിക്കുക. ക്രിസ്മസ് സന്ദേശം 5 മിനിറ്റുള്ള ക്രിസ്മസ് സന്ദേശം. അതിന് ആരംഭം ഉണ്ടായിരിക്കണം, ബോഡി ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അത് വീഡിയോ ആണ്. 23-ാം തീയതി തന്നെ അത് ഡൗൺലോഡ് ചെയ്യണം, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇടണം. അത് ദൈവത ഉടനെ തന്നെ ഒരുങ്ങി നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുക. എല്ലാവർക്കും ഓരോ ഗ്രൂപ്പിൽ ഓരോരുത്തർക്ക് പ്രോത്സാഹന സമ്മാനം. അതുകൂടാതെ മൊത്തമായിട്ട് 3 പേർക്ക് നല്ല പിന്നെ കഴമ്പുള്ള ഒരു കഴമ്പുള്ള മനിലേ എന്നുള്ള സംഭവം 23-ാം തീയതിക്കുള്ളിൽ എത്തിക്കണം കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാവത്തില്ല. ദയവേത് അതിനുശേഷം അയച്ചിട്ട് പിന്നെ അതൊരു ഡിസ്പ്യൂട്ട് ആവാനായിട്ട് ശ്രമിക്കരുത് പ്ലീസ്. 23-നുള്ളിൽ തന്നെ പറ്റുമെങ്കിൽ നാളെ മറ്റന്നാളിൽ തന്നെ എല്ലാവരും അയക്കുക. ഓക്കെ. സോ വേറൊന്നുമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യും, പ്രോഗ്രാമിലേക്ക് പോവാണ്. സോ വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് രേഷ്മ പ്രതീഷിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നന്ദി അറിയിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ജൂലിയൻ സാറിനോട് നന്ദി അറിയിക്കുന്നു. ആർട്ട് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്ന ഇന്നത്തെ ക്ലാസ് വിജയം കണ്ടതിൽ അതിയായ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഈ സെക്ഷൻ കൂടുതൽ അറിവും ആത്മവിശ്വാസവും നൽകുന്ന തരത്തിലാക്കിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്പീച്ച് പ്രിപ്പറേഷൻ, നോട്ട് മേക്കിംഗ്, എഫക്റ്റീവ് കൺക്ലൂഷൻസ് എന്നിവയെക്കുറിച്ചുള്ള അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ നമ്മെ എല്ലാവരെയും കൂടുതൽ പ്രാപ്തരാക്കി. ഇന്നത്തെ ഈ പ്രധാന വിഷയം കൊണ്ട് നമ്മെ സമ്പന്നരാക്കിയ സ്നേഹബഹുമാനമുള്ള ഗിഗോറി അച്ഛന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ KRLC-BC ഗ്രൂപ്പ് ഫോം ചെയ്ത നമ്മളെ എല്ലാവർക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ ജെയ്സൺ സാറിനും, മനോഹരമായി ചുരുക്കി പറഞ്ഞ സമാപിച്ച ജെയ്സൺ സാറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയെ മനോഹരമായി നയിച്ച ജൂലിയൻ സാറിന്, നമ്മുടെ അനിമേറ്റർ കൂടിയായ സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ ഗ്രൂപ്പിലെ കോർഡിനേറ്ററായ പ്രിജിത മേരി സിസ്റ്ററിനും നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ അനിമേറ്റേഴ്സിനും കോർഡിനേറ്റേഴ്സിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആമുഖവും സമാപനവും പ്രാർത്ഥനകളിലൂടെ അനുഗ്രഹീതമാക്കിയ ടോണി ചെറിയൻ സാറിനും നന്ദി അറിയിക്കുന്നു. ഇനി പ്രാർത്ഥന പറയുന്ന നമ്മുടെ റീന എലിസബത്തിനും മാമിനും നന്ദി അറിയിക്കുന്നു. പരിപാടിക്ക് ഒരു സ്നേഹപൂർവമായ തുടക്കം നൽകിയ എബി സാറിനും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ചർച്ചകളെ സജീവവും അതീവ എൻഗേജിങ്ങും ആക്കിയ ഇവിടെ പങ്കെടുത്ത ഓരോരുത്തർക്കും സാന്നിധ്യവും പങ്കാളിത്തവുമുള്ള ഓരോ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പഠന പരിചയം പങ്കുവയ്ക്കുന്ന അവസരങ്ങളിൽ നാം ഒരുമിച്ച് വളരട്ടെ എന്നും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതിൻ്റെ കലയെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു രേഷ്മ പ്രതീഷ്, താങ്ക് യു വെരി മച്ച്. സോ നമുക്കിനി ക്ലോസിംഗ് പ്രേയറിലേക്ക് പോകാം. അതിനായിട്ട് റീന എലിസബത്ത് മാഡത്തിന് ക്ഷണിക്കും. റീന എലിസബത്ത്. സിസ്റ്റർ റിജിത്ത മേരി ഉണ്ടോ?
ഉണ്ടല്ലോ. റീന ആ ഉണ്ടല്ലോ. സിസ്റ്റർ റീന റീന ഉണ്ടായിരുന്നു. മുട്ടായില്ലേ? റീന എലിസബത്ത് ഉണ്ടല്ലോ. അതെ. റീന എലിസബത്ത് അൺമ്യൂട്ട് ചെയ്യാമോ? റീന എലിസബത്ത് എന്തോ അൺമ്യൂട്ട് ആവുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ലേ? അൺമ്യൂട്ട് ആവുന്നില്ല. സിസ്റ്റർ കൺക്ലൂഡ് ചെയ്തു. എന്നാ അങ്ങനെ ചെയ്യാം. റീന ഒരുങ്ങി വന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് വിളിക്കാൻ പറ്റൂലേ? ഒന്ന് വിളിച്ചോക്കൊന്നൂടെ. ആ സിസ്റ്റർ ഒന്ന് വിളിക്കാമോ? വിളിക്കുന്നു, ഞാൻ വിളിക്കും. ഓക്കെ. വന്നോ? ഇല്ല സിസ്റ്ററെ, ഓപ്പൺ ആവുന്നില്ല, അൺമ്യൂട്ട് ആവുന്നില്ല. മ്യൂട്ടാ. അതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതെ, ഓക്കെ. സിസ്റ്റർ തുടങ്ങിക്കോളാം. ഈശ്വര സാന്നിധ്യം അനുഭവിക്കുന്നതിനായിട്ട് നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കാം. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാനും ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത സ്നേഹസ്വരൂപനായ യേശുവേ, ഈ സുന്ദരമായ സായം സന്ധ്യയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ സമുദായത്തെയും അങ്ങയുടെ ജനത്തെയും ഉജ്ജ്വലിപ്പിക്കുന്നതിനായി ഈ ഒരു പ്രസംഗവേദി ഞങ്ങൾക്ക് ഒരുക്കി തന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുന്നു. സ്നേഹയേശുവേ, ഈ ക്ലാസുകൾ നയിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള ഗ്രിഗറി അച്ഛനെയും ഇങ്ങനെ ഒരു സംരംഭത്തിന് ആരംഭം കുറിക്കുന്നതിനായി തുടക്കമിട്ട ജെയ്സൺ സാറിനെയും അതിനെ നയിച്ചു കൊണ്ടുപോകുന്ന ജൂലിയൻ സാറിനെയും എല്ലാ ആനിമേറ്റേഴ്സിനെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും അങ്ങയുടെ പാദാന്തികത്തിൽ സമർപ്പിക്കുന്നു. യേശുവേ, ഇവരെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇവരിലേക്ക് ജ്വലിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അനേകായിരം മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ ഇവരെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഫലം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കുവാൻ ഒരു പ്രസംഗത്തിലൂടെ പ്രസംഗ കലയിലൂടെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി തീരുവാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇനിയും കൂടുതൽ കൂടുതൽ പ്രസംഗങ്ങൾ നൽകുവാൻ എല്ലാ ലീഡേഴ്സിനെയും അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുവാൻ അതിൻ്റെ ഭാഗം ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you all. Thank you. Good night.